എല്ലാവർക്കും നമസ്കാരം. ബിസിനസ് മാസ്റ്റർ ഹബിലെ പുതിയ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മുമ്പിലിരിക്കുന്ന ബിസിനസ്സിൽ അല്ലെങ്കിൽ സ്വയം തൊഴിൽ കണ്ടെത്തി സ്വയം വരുമാനമുണ്ടാക്കി സ്വന്തം ജീവിതത്തെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഇന്നത്തെ സെഷനിൽ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാം. നമ്മുടെ ബിസിനസ്സിലെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബിസിനസ്സിന്റെ അടിസ്ഥാനപരമായ തത്വമെന്നും നമ്മുടെ ബിസിനസ്സിനെ മനസ്സിലാക്കുന്ന അണ്ടർസ്റ്റാൻഡ് യുവർ ബിസിനസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മളുടെ കച്ചവടത്തെ നമ്മൾ ചെയ്യുന്ന ആ വർക്കിനെ മനസ്സിലാക്കുന്നതിലൂടെ അല്ലെങ്കിൽ ആ ഉൽപ്പന്നത്തെ ആ സർവീസിനെ മനസ്സിലാക്കുന്നതിലൂടെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ അതായത് മന്ത്ലി ഫൈനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ബിസിനസിനെ വലുതായാലോ ചെറുതായാലോ അതിന്റെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റിയിട്ടുള്ള വിശദമായ ഒരു സെഷനാണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. അപ്പൊ ഇന്നത്തെ സെഷൻ ഏകദേശം ശരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സ്വയം തൊഴിൽ കണ്ടെത്തിയ ആൾക്കാർ, ചെറുതും വലുതുമായ സ്വയം തൊഴിലുകൾ കണ്ടെത്തിയ ആൾക്കാർ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലുള്ള ആൾക്കാർ, MLM ഏജന്റുമാർ, അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ഡയറക്റ്റ് സെല്ലിങ്ങിലുള്ള ആൾക്കാർ, ബാങ്കിങ് ഏജന്റ്മാർ, കളക്ഷൻ ഏജന്റുമാർ, ബാങ്കിങ് ഏജന്റുമാർ, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ പോളിസി സെല്ല് ചെയ്യുന്ന ആൾക്കാർ, ബാങ്ക് നിക്ഷേപത്തിനുള്ള ഉപദേശങ്ങൾ നൽകുന്ന ആൾക്കാർ, ബാങ്ക് അഡ്വൈസറിയിലുള്ള ആൾക്കാർ, പിന്നെ എന്താ പറയുക ബ്യൂട്ടി പാർലറുകൾ നടത്തുന്ന ആൾക്കാർ, ബ്യൂട്ടീഷ്യൻസ്, അതുപോലെ ചെറിയ ചെറിയ ബ്യൂട്ടി ഗാർമെന്റ്സ് ഉടമകൾ, അങ്ങനെയുള്ള ചെറിയ സെയിൽസ് ജോലികൾ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വാനിൽ സെയിൽസ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ പല പല ചെറിയതും വലുതുമായുള്ള ചെറിയ ചെറിയ പരിപാടികൾ, ഇപ്പൊ സ്വയം തൊഴിൽ ബാഗ് നിർമ്മാതാക്കൾക്ക് അങ്ങനെയുള്ള കുറെ ആൾക്കാർ, ഗാർമെന്റ്സ് ഷോപ്പുകൾ, ഗാർമെന്റ്സ് നിർമ്മാതാക്കൾ, ഇങ്ങനെയുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ്സിൽ അടിസ്ഥാനപരമായുള്ള പല കാര്യങ്ങൾ, ചെറിയതിപ്പോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെറിയ ടെക്സ്റ്റൈൽ തുടങ്ങുന്ന സ്റ്റിച്ചിങ് സെന്ററുകൾ, ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ വർക്കുകൾ ചെയ്തിട്ട് പോലും പരാജയപ്പെട്ടു പോകുന്നത് എന്നുള്ള കുറേ ദിവസത്തെ എന്നോട് ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചാണ്. ചെറിയ ചെറിയ ബിസിനസ്സുകൾ, ഇപ്പൊ ടൈലറിങ് ഷോപ്പുകൾ നടത്തിയ ആൾ, ബ്യൂട്ടി പാർലർ നടത്തിയ ആൾക്കാരൊക്കെ മാസം 1.5 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ വരുമാനം ഉണ്ടായ ആൾക്കാർ പിന്നെ അവസാനം ഒന്നും ഇല്ലാത്തതിൽ പോയി, ഒരു ഇൻകമും ഇല്ലാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കാനുള്ള കാരണം എന്താണ്, വാട്ട്സ് ഹാപ്പനിങ് ടു ദം എന്നുള്ള ഒരു ഡിസ്കഷന്റെ പുറത്താണ് ഞാൻ ഈ ഒരു സെഷൻ നിങ്ങൾക്കായി ഇവിടെ സംസാരിക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ കസ്റ്റമർ 10, 15, 20 വർഷമായിട്ടൊക്കെ ഈ മേഖലയിലുള്ള ആൾക്കാർ പെട്ടെന്ന് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. പല എന്താ പറയാ ഡീപ്പായിട്ട് കുറെ വർഷങ്ങളായിട്ട് സ്ഥാപനങ്ങൾ നടത്തിയ ആൾക്കാർ, അല്ലെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് ബ്യൂട്ടീഷ്യനായിട്ട് നിൽക്കുന്ന ആൾക്കാർ, വർഷങ്ങളായിട്ട് ഏജന്റുമാരായി പ്രവർത്തിച്ച ആൾക്കാരൊക്കെ പെട്ടെന്ന് ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ വരുന്നു, ആൾക്കാരെ കിട്ടാത്ത അവസ്ഥയിൽ വരുന്നു. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം മാർക്കറ്റിൽ അത് ആ സാധനം വേണ്ടാത്തൊരു പ്രശ്നം വരുന്നില്ല. ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് സാധനം ഇപ്പോഴും ഉണ്ട്, അവൈലബിൾ, ആവശ്യമാണ് താനും. ഇപ്പോ ഒരു ഗാർമെന്റ്സ് ഷോപ്പാണെന്ന് എത്തിക്കോ, ഗാർമെന്റ്സുകൾക്ക് ഒരു കുറവുമില്ല, ഇപ്പോഴും ആവശ്യമുണ്ട്. പക്ഷെ നമ്മുടെ കടയിൽ മാത്രം ബിസിനസ് ഇല്ലാതെ പോകുന്നു. വൈ? ബ്യൂട്ടി പാർലറുകൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബ്യൂട്ടീഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ എപ്പോഴും ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതെയായി പോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിന്റെ റീസൺ എന്താണ്? എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് ഇല്ലാതെ പോയത്? പിന്നെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാത്തത് കൊണ്ട്, അറിയാത്തതാണോ നമ്മുടെ വിഷയം എന്നൊക്കെ ഒന്ന് വിശകലനം ചെയ്യാം എന്നതാണ് ഇന്നത്തെ സെഷന്റെ പ്രത്യേകത. അപ്പൊ മുൻകൂറായി തന്നെ പറയാം, ഞാൻ പേഴ്സണലൈസ് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ഓരോ ആളുടെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടായിരിക്കും. പക്ഷെ ജനറൽ ആയിട്ട് ഇതിനൊക്കെ ചെയ്തു പോകേണ്ട കുറെ മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും, ഞാൻ അറിയാത്തതെന്ന് വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, അറിഞ്ഞിട്ടും ചെയ്യാത്തത് എന്ന് പറയുന്നതായിരിക്കും ശരിയായിരിക്കും. അറിഞ്ഞിട്ടും ചെയ്യാത്ത കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരും ക്യാമറ ഓഫ് ചെയ്തിട്ടാണുള്ളത്, എനിക്ക് എല്ലാവരും ക്യാമറ ഓഫിലാണല്ലോ കാണുന്നത്. അപ്പൊ അറിഞ്ഞിട്ടും ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട്. മറ്റൊരു കൂട്ടർ ആൾക്കാരുണ്ട്, എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്, ഒരു സ്വയം തൊഴിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണ് എന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയും കൂടി ഇന്ന് ഇവിടെ വിളിച്ചെടുക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഹാപ്പിനെസ് മാസ്റ്ററിൽ നിങ്ങൾ എല്ലാവരും വന്നു, കുറേ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു, കുറേ മാറ്റങ്ങൾ നിങ്ങളുടെ ചിന്താഗതി തന്നെ ഒരുപാട് മാറി.
സോ നെക്സ്റ്റ് യു ഹാവ് ടു മേക്ക് എൻ പ്രൊഡക്ടിവിറ്റി. നമ്മളെ എപ്പോഴെന്നറിയോ, വെറുതെ ഇരിക്കുന്നവന്റെ മനസ്സ് എന്തിന്റെ പണിപ്പുരയാണെന്ന് ടൈപ്പ് ചെയ്തേ എല്ലാവരും. ആദ്യത്തെ ഒരു പോയിന്റ് നമ്മൾ പറയാൻ മറന്നു കേട്ടോ, അതൊന്ന് കേൾക്കാം. വെറുതെ ഇരിക്കുന്നവന്റെ മനസ്സ് എന്തിന്റെ പണിപ്പുരയാണ്? ജസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഒന്ന് പറഞ്ഞോളൂ, അതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി ഒരു കുളിര് കുത്തി വരട്ടെ. ആ സാധനം ഒന്ന് ഓർക്കും, ആരുടെയോ ഒരു പണിപ്പുര എന്ന് പറയുമ്പോൾ നമുക്കൊരു കുളിര് വരട്ടെ. യെസ്, അയാൾ മറക്കരുത്, അയാളെ കൂടെ വേണം. കാരണം അയാൾ ഉണ്ടായാലും മാത്രമേ നമുക്കൊരു സുഖമുള്ളൂ, അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. വെറുതെ ഇരിക്കുന്നവന്റെ മനസ്സ് ആരുടെ പണിപ്പുരയാണ്? അപ്പൊ ഈ പണിപ്പുര നമുക്ക് നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കാതിരിക്കാനായിട്ട് അവിടെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെക്കണം. അതിനാണ് ഈ സ്വയം തൊഴിൽ പോലുള്ള പരിപാടികൾ ചെയ്യണം എന്ന് പറയുന്നത്. എൻഗേജ് ആകുമ്പോൾ പിന്നെ ഈ ചെകുത്താൻ അവിടെ ഇരിക്കാൻ സമയം ഉണ്ടാവില്ല. പിന്നെ ആകെ ദിനേശ് സാർ എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവുള്ളൂ. അത് ചെകുത്താനല്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്ത ഫുൾ ടൈം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവനെ പറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുക, അതുകൊണ്ട് ചെയ്യുക. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് എന്ന് ആദ്യം തന്നെ പറയാം. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന പേരെന്താണ്? ബിസിനസ്സുകാർ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്ന പേരും, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അവരെ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന പേരെന്താണ്? ഇനി ചെകുത്താന്ന് ടൈപ്പ് ചെയ്യല്ലേ, സംഭവം മാറിയേ. നിങ്ങളാരും നിങ്ങളത് വിളിക്കാൻ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളെ സ്വയം വിളിക്കാൻ ആഗ്രഹിക്കുന്ന പേര് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. യെസ്, ഇത് രണ്ടും മറക്കാതിരിക്കണം. ഇത് എപ്പോഴും ഇത് വേണം. എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഗിരിജ ഇന്നത്തെ പ്രോഫിറ്റ് എത്രയാണ്? ഗിരിജയുടെ പ്രോഫിറ്റ് മേക്കർ അല്ലേ, ഒന്ന് പറഞ്ഞു. ഗീതാ സുരേഷിന് ഇന്നത്തെ പ്രോഫിറ്റ് എത്രയാണെന്ന് ടൈപ്പ് ചെയ്തേ. ഇന്നത്തെ നിങ്ങളുടെ കച്ചവടത്തിൽ എത്ര പ്രോഫിറ്റ് ചെയ്തു എന്ന് നോക്കി. യെസ്, പ്രോഫിറ്റ് മേക്കർ ആണല്ലോ. അപ്പൊ പിന്നെ അതൊന്ന് കൃത്യമായിട്ട് ഉത്തരം തന്നെ വേണ്ടേ, അല്ലേ? കിഷോർ MP ഇന്നത്തെ രൂപയുടെ ലാഭം ഉണ്ടാക്കി പറഞ്ഞു നോക്കിയേ, അല്ലേ? എത്ര പേര് ഉത്തരം പറയുന്നു നോക്കട്ടെ. ധന്യ എത്ര രൂപയുടെ ബിസിനസ് വല്ലതും നടന്നോ? ലീലമ്മ ഷാജി ഇന്ന് ഇത്ര രൂപയുടെ കച്ചവടം ഉണ്ടാക്കി. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. പ്രോഫിറ്റ് മേക്കർ എന്ന് മാത്രം പറഞ്ഞ കാര്യമില്ല, ഇത് വേണം നമ്മളെ കയ്യിൽ, ലിക്വിഡായിട്ട് സാധനം വേണം. ഇത് ഇല്ലാതിരുന്നാലാണ്. യെസ്, ഇങ്ങനെ ഉത്തരം പറയാൻ ശ്രമിച്ചു നോക്കും. ലതാംബിക പറഞ്ഞ പോലെ ഉത്തരം പറയാൻ ശ്രമിക്കുക. ദാറ്റ് ഷുഡ് ബി ദെയർ. ഒരു ബിസിനസ്സുകാരന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് വിഷയം വരുന്നത്. ഞാൻ 2-3 ക്ലാസ്സിൽ ഇത് റിപ്പീറ്റ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? ഇതെന്താണെന്നറിയോ, ഇന്ന് ഞാൻ ആരോടെ സംസാരിച്ചത്? ഇന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. എന്തിനാണ് രാവിലെ എഴുന്നേക്കുന്നത്? ഏറ്റവും വലിയ വിഷയം എന്താണെന്നറിയോ? ഈ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എവിടെ നിന്ന് തുടങ്ങുന്നു അറിയോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തിനാണ് ഞാൻ എഴുന്നേറ്റത് എന്നുള്ള ഉത്തരവുണ്ടോ? എത്ര പേർക്കുണ്ട്? ഇഫ് യു ആർ എ ബിസിനസ്, അല്ലെങ്കിൽ നിങ്ങളൊരു സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടോ? എനിക്ക് ഇത്ര രൂപയുടെ ബിസിനസ് ഉണ്ടാവണം, ഇത്ര രൂപ ലാഭം ഉണ്ടാവണം എന്ന് എത്ര പേർക്ക് ലക്ഷ്യം ഉണ്ടാവും? ഇത് ഒന്നാമത്തെ പോയിന്റ് ആണ്. ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. അതിനെ പറ്റിയിട്ട് കുറച്ച് കൃത്യമായി ഒരു രൂപരേഖ നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഞാനിവിടെ പറഞ്ഞു വരുന്ന കാര്യം, നമുക്ക് ബിസിനസ് സ്വയം തൊഴിൽ ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു വളരെ കൃത്യമായ ഒരു സംഭവമുണ്ട്. അതിന് ഒന്നാമത്തെ പറയുന്ന വെച്ചാൽ, നമ്മുടെ ബിസിനസ് എന്താണ്, അതിൽ എന്താണ് ശരിക്കും നമ്മൾ വിൽക്കുന്നത് എന്നുള്ള ഒരു ഉത്തരം നമ്മുടെ കയ്യിൽ വേണം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പറയും. ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ, എന്താ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ, ഞാനൊരു ബാങ്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ആണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വളരെ നല്ല കറക്റ്റാണ്. ബട്ട് എന്താണ് നിങ്ങൾ ആക്ച്വലി കസ്റ്റമർക്ക് വേണ്ടി ചെയ്യുന്നത്? കസ്റ്റമറിലെ കാശ് കൊണ്ട് ബാങ്കിൽ വെപ്പിക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ പർപ്പസ്? അല്ല അതിനപ്പുറത്ത് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ? അപ്പൊ ഒരു ബിസിനസ്സിനെ മനസ്സിലാക്കുക എന്ന് പറയുന്ന പോയിന്റ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വിൽക്കുന്നത് ഒരു ഉൽപ്പന്നമല്ല എന്ന കാര്യം ആദ്യം മനസ്സിലാക്കണം. ഒരു പ്രൊഡക്റ്റ് വിൽക്കുക അല്ല നമ്മുടെ പണി. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ചിന്തിച്ചു വെച്ചിരിക്കുന്നത് വെച്ചാൽ, ഞാൻ ഇന്ന പ്രൊഡക്റ്റ് വിൽക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഈ ക്ലാസ് തരുന്നത് ആക്ച്വലി എന്തിനാണ്? ഈ ക്ലാസ് ഞാൻ തന്നിട്ട് ആ ക്ലാസ് തരുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് എന്താ പറയാ, ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇപ്പൊ ഇത് ഫ്രീ ആയിട്ടാണ് നിങ്ങൾ വന്നത്. ഇനിയിപ്പോ ഞാനൊരു പെയ്ഡ് ആക്കി കഴിഞ്ഞാൽ, ക്ലാസ്സിന് പെയ്ഡ് ആക്കി കഴിഞ്ഞാൽ ആ പൈസയാണോ എന്റെ ആക്ച്വലി ഉദ്ദേശം? ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വിൽക്കുകയാണോ എന്റെ ഉദ്ദേശം? അതിനപ്പുറത്ത് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എനിക്ക്? ഇത് ഇതൊന്നും ടൈപ്പ് ചെയ്ത് നോക്കിയേ, എന്തായിരിക്കും? നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വിൽക്കുകയാണോ നിങ്ങളുടെ ഉദ്ദേശം? അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു ഉദ്ദേശം നിങ്ങൾക്കുണ്ടോ? ഇത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഒരിക്കലും ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും നിങ്ങളിലെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് അവിടെ വരുന്നതാണ് എന്ന്? ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാനാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് നിങ്ങൾ ഒരു ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോകുന്നത്, അല്ല മറ്റെന്തോ കാര്യം മാറ്റാനാണോ? ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ രണ്ടും വ്യത്യാസം ഉണ്ടാവും അല്ലെ? അപ്പൊ ഒരു ഹോട്ടലുകാരൻ ആക്ച്വലി ഭക്ഷണം വിൽക്കുകയാണോ ചെയ്യുന്നത്, അല്ല മറ്റെന്തോ ഒരു കാര്യത്തിൽ പരിഹാരം കാണുകയാണോ ചെയ്യുന്നത്? അല്ലേ? ഇത് മനസ്സിലാക്കണം. വിശപ്പിന് പരിഹാരം കാണുകയാണ് അവൻ ചെയ്യുന്നത്. അവൻ ഒരു പ്രൊഡക്റ്റ് അവിടെ വിൽക്കുന്ന, അവിടെയാണ് തെറ്റ്. പ്രൊഡക്റ്റ് വിൽക്കുന്നില്ല അവൻ. അവൻ ചോറ് വിൽക്കുന്നില്ല, കറി വിൽക്കുന്നില്ല, ഒന്നുമില്ല. അവൻ നിങ്ങളുടെ വിശപ്പിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇതിൽ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഇപ്പൊ ഒരു ബ്യൂട്ടീഷ്യൻ, ഞാനൊരു ഒരു ചെറിയ കഥ പറയാം. ഇപ്പൊ പറയുമ്പോൾ കൃത്യമായി തന്നെ ഒരു കഥാരൂപത്തിൽ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ അടുത്ത കാലത്ത് പരിചയപ്പെട്ട നിങ്ങളിൽ ഒരാളായിരിക്കാം അത്, അല്ലേ? അങ്ങനെ ഒരു കഥകൾ നമുക്ക് പറഞ്ഞു പോകും. നിങ്ങളിൽ ഒരാൾ ഇപ്പോ ഒരു ബ്യൂട്ടീഷ്യൻ, രമ്യ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടീഷ്യൻ ഉണ്ടായിരുന്നു. കൊച്ചിയിലായിരുന്നു അവർ. കാലങ്ങളായിട്ട് ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും പറയുന്നത് എനിക്ക് കസ്റ്റമർ വരുന്നില്ല. നല്ല ബ്യൂട്ടി പ്രൊഡക്റ്റ്, നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ അറിയുന്ന നല്ലൊരു ബ്യൂട്ടീഷ്യനാണ്. എല്ലാ ദിവസവും ആൾക്കാർ വരുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷെ എന്ത് പറഞ്ഞാലും ഒരു 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 സാധനം കച്ചവടമൊക്കെ ഉണ്ട്. 5000 രൂപ 6000 രൂപ ഒക്കെ ദിവസം, 5000 10000 രൂപയൊക്കെ ഒരു മാസം വരുമാനമുണ്ട്. പക്ഷേ ഇതെന്താണ് ഞാൻ ചെയ്ത്, അവർക്ക് ആൾക്കാർ വരുന്നു, മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞു, മേക്കപ്പ് ചെയ്യുന്നു, വിടുന്നു. ഒരു ദിവസം ഒരു കസ്റ്റമർ, ഇത് എപ്പോഴും ഒരു സാറ്റിസ്ഫൈഡ് ഇല്ല, ഇനി എന്താണ് ചെയ്യുന്നത്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഒരു കസ്റ്റമർ വന്നപ്പോൾ കസ്റ്റമർ പറഞ്ഞു, നിങ്ങൾ ഈ എന്താ ഫേസ് മാസ്ക് എന്താ ചെയ്യുന്നത്, ഫേഷ്യൽ ചെയ്തപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഫേഷ്യൽ ചെയ്തതിന് ശേഷം എനിക്ക് ഒരു ഗുണം ഉണ്ടായിട്ടോ. എന്താണ്? എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് വന്നു. ഞാനിപ്പോ ആരെടുത്ത് പോയിട്ടും സംസാരിക്കാൻ ഞാൻ ധൈര്യപൂർവ്വം നിൽക്കാറുണ്ട്. പണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ ആരെ മുമ്പിൽ പോയി ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് ധൈര്യമുണ്ട്. എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായി എന്ന് ഇവരോട് പറഞ്ഞു. ഈ പറഞ്ഞപ്പോ പെട്ടെന്ന് രമ്യക്ക് ഒരു കാര്യം മനസ്സിലായി. ആക്ച്വലി ഞാൻ ചെയ്യുന്നത് ഫേഷ്യൽ മേക്കപ്പ് അല്ല, ഒരാളുടെ ആത്മവിശ്വാസം കൂട്ടാനുള്ള ഒരു പ്രക്രിയയാണ് ഞാനിവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് റിലവന്റ് ആയി തോന്നുന്നു നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട്? ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രൊഡക്റ്റിൽ ഒരാൾക്ക് നിങ്ങൾ ആ പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഇന്ന കാര്യത്തിലാണ് ശരിക്കും നിങ്ങൾ മേക്കപ്പിനാണ് വിൽക്കുന്നത്. ഒരാൾ ഒരു ചുരിദാർ വാങ്ങിക്കാൻ വരുന്നത്, നിങ്ങൾ എന്താണ് അവിടെ വിൽക്കുന്നത്? ഗാർമെന്റ്സ് ഷോപ്പുള്ളവർക്ക് എന്താ വിൽക്കുന്നത്? ചുരിദാർ വിൽക്കുക, കാശ് മേടിക്കുക, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളുടെ പർപ്പസ് കഴിഞ്ഞില്ല ഇവിടെ. ആക്ച്വലി ആ ചുരിദാർ മേടിക്കുന്ന ആളുടെ ആക്ച്വൽ പർപ്പസ് എന്താണ്? ഇതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ആക്ച്വൽ ചുരിദാർ വാങ്ങിക്കുന്ന ആളുടെ ആക്ച്വൽ പർപ്പസ് എന്താണ്? ചുരിദാർ വാങ്ങിച്ചു പോകുക എന്നല്ല അയാളുടെ പർപ്പസ്. അയാളുടെ കോൺഫിഡൻസ് കൂട്ടുന്ന, അയാൾക്ക് ഫിറ്റ് ആവുന്ന, അയാൾക്ക് ഇഷ്ടപ്പെടുന്ന, അയാളുടെ സൗന്ദര്യം വരുന്ന ഒരു വസ്ത്രം ധരിക്കുകയാണ് അവന്റെ പ്രശ്നം. അതാണ്. ആ പ്രശ്നത്തിന് പരിഹാരമാണോ നിങ്ങൾ കൊടുത്ത ചുരിദാർ? ആ പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾ നിർദ്ദേശിച്ച് കൊടുത്താൽ അടുത്ത പ്രാവശ്യം അവൻ വീണ്ടും അവിടെ തന്നെ വരും. കാരണം എന്താണെന്നറിയോ? അവൻ അവിടുന്ന് വാങ്ങിച്ചാലേ ആ കോൺഫിഡൻസ് കിട്ടൂ. വേറെ എവിടെ പോയി വാങ്ങിച്ചാലും അത് കിട്ടില്ല. അത് ചെയ്യാൻ സാധിക്കുമോ? ഇതാണ് ഒരു പ്രൊഡക്റ്റ് സെല്ലിങ്ങിന്റെ മെയിൻ കോൺസെപ്റ്റ്. ഇത് മനസ്സിലാക്കിയത് എത്ര പേരുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. ഇങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സാധനം വിൽക്കുന്നതെന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റിയത് എത്ര പേരെന്റെ അടുത്തുണ്ട്, എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്? യെസ്, ഇപ്പൊ പഠിച്ചല്ല, ഇത്രയും കാലം ഇല്ലാതല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുത്തോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്: ഡോണ്ട് സെൽ യുവർ പ്രൊഡക്റ്റ്, സെൽ ഓൺലി ദ സൊല്യൂഷൻസ്. ആൾക്കാരുടെ പ്രശ്നത്തിന് പരിഹാരം മാത്രമാണ് കൊടുക്കേണ്ടത്. ഒരാളും അയാൾക്ക്, ഞാൻ നേരത്തെ നിങ്ങൾ സ്റ്റാർട്ടിങ് പറഞ്ഞില്ലേ, എനിക്കൊരു മെറ്റ് ലൈഫിന്റെ ഇൻഷുറൻസ് പോളിസി എടുക്കാനാണ് ആവശ്യമെങ്കിൽ ഞാൻ ഓൺലൈനിൽ കയറി എടുക്കും. എടുക്കാൻ ഞാൻ തീരുമാനിച്ചാൽ ഞാൻ എടുക്കും. എനിക്ക് ഒരു ഏജന്റിന് ആവശ്യമില്ല എന്ന അവസ്ഥയിൽ. പക്ഷേ ഞാൻ എന്തിന് ഒരാളെടുത്ത് വരണം? ആ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കണ്ടെത്തണം. എന്തുകൊണ്ട് ദിനേശ് സാറ് നിങ്ങളിൽ വന്നിട്ട് ആ മെറ്റ് ലൈഫ് ഇൻഷുറൻസ് എടുക്കണം? എന്താണ് എനിക്കതിന് ബെനിഫിറ്റ്? ഞാൻ എക്സ്ട്രാ പൈസ തന്നിട്ടാണ് എടുക്കുന്നത്. ഞാൻ തന്നെയാണ് പേ ചെയ്യുന്നുള്ള. ഇന്ന് പണ്ടത്തെ പോലെ എല്ലാവർക്കും ബോധമുണ്ട്. എടുക്കുന്നവന് 1 ലക്ഷത്തിന് പോളിസി എടുക്കുന്നവന് അറിയാം ഇതെന്താണ് സംഭവിക്കുന്നത്. അങ്ങനെ കണ്ണടച്ച് ആരും എടുക്കാറില്ല. അപ്പൊ എന്തിനാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത്? അവിടെ എന്റെ ഏതോ ഒരു പെയിൻ പോയിന്റിന് നിങ്ങൾ സൊല്യൂഷൻ തരുന്നു. എക്സ്ട്രാ സേവിങ്സ് ഒന്നും വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. അതൊക്കെ ബുൾഷിറ്റ് പരിപാടി. അതൊക്കെ എനിക്കറിയാം. സേവ് ചെയ്യുന്ന ഒരാൾക്ക് എനിക്കറിയാം ഇത് എങ്ങനെ ട്രസ്റ്റ് നിങ്ങളിൽ ഉണ്ടാക്കുന്നത്.
നമുക്കൊരു ട്രസ്റ്റും അതിനുണ്ടാക്കാൻ പറ്റില്ല. ആ കമ്പനിയായിട്ടാണ് ട്രസ്റ്റ്, വ്യക്തിപരമായിട്ട് എവിടെ ട്രസ്റ്റ് ഉണ്ടാവുക? ഇപ്പൊ നാളെ ഇപ്പോ കോർപ്പറേറ്റ് എന്താ ഇന്ത്യൻ കോർപ്പറേറ്റ് സൊസൈറ്റി, ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് ഒരു ഫേമിന്റെ പേര് പറഞ്ഞു, എനിക്കറിയില്ല. ഒരു ഫേമിന് വേണ്ടിയിട്ട് നിങ്ങളെടുത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണ് എന്ന് കരുതിക്കോ. നിങ്ങളിൽ ഫുൾ ട്രസ്റ്റ് വെച്ച് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണ്. ആ കമ്പനി പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശ് തരാൻ പറ്റുമോ? ആർക്കും പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അവിടെ ട്രസ്റ്റ്, അവിടുത്തെ ട്രസ്റ്റ് വർക്ക് ചെയ്യില്ല. നിങ്ങളിൽ ട്രസ്റ്റ് ഉണ്ടെന്നിട്ട് എന്താ കാര്യമുള്ളത്? നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ട്രസ്റ്റ് ഒന്നും അല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ മറ്റൊരു ഘടകമാണ്, നമ്മൾ തമ്മിലുള്ള മ്യൂച്വൽ ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. കാരണം എനിക്ക് കുറെ കാര്യങ്ങൾ ഇതിന്റെ പിറകെ നിന്ന് തൂങ്ങി നിൽക്കാൻ പറ്റില്ല, അതൊക്കെ നിങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കി തരും എന്ന് പറയുന്ന, ഓക്കെ ഞാൻ കാശ് തരാം കേട്ടോ, വേണ്ട പോലെ ചെയ്തേക്കണേ എന്ന് പറയുന്ന രീതിയിൽ. അതിന് കുറേ കാര്യങ്ങളുണ്ട്, അത് കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട് ഞാൻ ഉദാഹരണം മാത്രം പറഞ്ഞതേ. ആ കസ്റ്റമറിന് തൃപ്തികരമായ ഒരു അവയർനെസ്സും സർവീസും കൊടുക്കാൻ പറ്റണം. ഇത് കൊടുക്കണമെങ്കിൽ നമ്മളിൽ ആ സാധനം വേണം. നമ്മൾ തൊട്ടടുത്ത് എന്താ പറയുന്നറിയോ? അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചു, ഓക്കെ മെറ്റ് ലൈഫ് ഇൻഷുറൻസിന്റെ ഈ പ്രൊഡക്റ്റ്, ഓക്കെ അപ്പൊ ഞാൻ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് എത്ര പേർക്ക് ഉത്തരം പറയുമെന്ന് പറ്റും. നിങ്ങളൊരു മെറ്റ് ലൈഫ് ഇൻഷുറൻസ് ചെയ്യുന്നവരോട് ചോദിക്കാം, മെറ്റ് ലൈഫ് ഇൻഷുറൻസിന്റെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പ്രപ്പോസലുമായിട്ട് എൻ്റെ അടുത്ത് വരുന്നു എന്ന് കരുതിക്കോ. നിങ്ങൾ പറഞ്ഞു, സാറേ മാസം നിങ്ങൾ 10,000 രൂപ വെച്ച് കഴിഞ്ഞാൽ 12 വർഷം നിങ്ങൾ വെച്ചാൽ 15ാമത്തെ വർഷം നിങ്ങൾക്ക് 1 കോടി രൂപ കിട്ടും എന്ന് എന്നോട് പറയുന്നു. അപ്പൊ എനിക്ക് സന്തോഷം, 1 കോടി കിട്ടും അല്ലെ. ആദ്യത്തെ എന്റെ കീ പോയിന്റ് 1 കോടി, അവിടെ ഹുക്കായി, അവിടെ പിടിച്ചു ഞാൻ. നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടി, 1 കോടി ഞാൻ ആകർഷ്ടനാണ്. അപ്പൊ 1000 രൂപ. അപ്പൊ ഞാൻ പറഞ്ഞു, എത്ര വെക്കണം മാസം? ഞാനൊരു കാര്യം ചെയ്യട്ടോ, പിന്നത്തെ പരിപാടി എന്താ അറിയോ? ഞാൻ മാനേജറിങ് കൂട്ടിയിട്ട് വരട്ടെ, മാനേജർ ബാക്കി കാര്യം പറഞ്ഞു തരും. ഇല്ലേ? ഈ ഉത്തരം പറയുന്നത് എത്ര പേരുണ്ടെന്ന് ടൈപ്പ് ചെയ്തേ. എത്ര പേര് ഈ ഉത്തരം പറയും? ഞാൻ ബാക്കി മാനേജറും കൂട്ടി, മാനേജർ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആദ്യം കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അതെ, നിങ്ങളടുത്ത് ഒരാൾ ഇതേപോലെ പറയാണ്, നിങ്ങൾ ആദ്യം നിങ്ങളൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ വന്നയാൾ നിങ്ങളോട് പറഞ്ഞു, ഞാൻ മാനേജറെ കൂട്ടിയിട്ട് വരട്ടെ, മാനേജർ കൂടുതൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കുന്നത്? ഇത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എങ്ങനെ ഓരോന്നും മുട്ടാഞ്ഞായം എന്നോട് പറയൂ ഇപ്പോ, പക്ഷെ അവിടെ തന്നെ യെസ് അല്ല, അവിടെ മനസ്സിലാക്കുന്ന നെഗറ്റീവ് അല്ല, അവിടെ മനസ്സിലാക്കുന്ന പോയിന്റ് ഇവർക്കൊന്നും അറിയില്ല, ഇയാൾക്കൊന്നും അറിയില്ല, മാനേജർക്കേ അറിയുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ട്രസ്റ്റ്, നിങ്ങളിൽ ട്രസ്റ്റ് ഉണ്ടാവോ? ട്രസ്റ്റ് അവിടെ പോയില്ലേ. ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്നതിന്റെ പേരെന്താ പറഞ്ഞ നേരത്തെ? ട്രസ്റ്റ് എന്ന്. ദാറ്റ്സ് നോട്ട് ദേർ. ഫിനിഷ്. ഇതാണ് അനിത പറഞ്ഞത്. അവന് ഇതിനെ കുറിച്ച് അറിയില്ലെന്ന് മനസ്സിലാവും, ഏജന്റ് വ്യക്തമായി കൊടുക്കാൻ അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ രണ്ടാമത്തെ പോയിന്റ് അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നോ യുവർ പ്രൊഡക്റ്റ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് വ്യക്തം, അതാണ് നിങ്ങൾ ബിസിനസ്സിന് അറിയാന്ന് വെച്ചാൽ. നോ യുവർ പ്രൊഡക്റ്റ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. ഇതറിയാതെയാണ് വിൽക്കാൻ പോണത്. അപ്പൊ എങ്ങനെ കിട്ടും കസ്റ്റമറെ? നോ യുവർ ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആദ്യം പെട്ടെന്ന് പിടികിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിയോ? എത്ര പേർക്ക് ഇതൊന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആരോടാ സംസാരിച്ച ക്ലാസ്സിൽ, കഴിഞ്ഞ പ്രാവശ്യം ഇതേ ചോദ്യം ചോദിച്ചിട്ട് നിർത്തിക്കോ എന്ന് പറഞ്ഞ ആരുടെ? എനിക്ക് വന്നത് പേരെന്താണ്, നമ്മുടെ രഞ്ജിനിയോടുന്നു അല്ലെ, രജനിയോടുന്നു അല്ലെ. ഇതൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ബിസിനസ്, ഞാൻ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് അറിയാൻ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് കാര്യമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരാളോട് ഇതേപോലെ ചോദിച്ചിരുന്നു, സ്വയം തൊഴിലാ ചെയ്യുന്നത്, അവർ 5 പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്, അച്ചാറ്, ഉണ്ണിയപ്പം, പിന്നെന്താണ് വേറൊരു സാധനം, അങ്ങനെ 4-5 സാധനം പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു 5,000 രൂപയുടെ ഉണ്ണിയപ്പത്തിന് ഓർഡർ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, 5,000 രൂപയുടെ ഉണ്ണിയപ്പത്തിന് ഓർഡർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ 5,000ന്റെ ഉണ്ണിയപ്പത്തിന് ലാഭം കിട്ടും? ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റും? ഉണ്ണിയപ്പം ബിസിനസ് ചെയ്യുന്നവരാരും ഉണ്ടോ ഇവിടെ? ഉത്തരം പറയാൻ എളുപ്പമല്ലേ? കാരണം ആദ്യം കണക്ക് ഈ 5,000 രൂപയുടെ ഉണ്ണിയപ്പം എത്ര ഉണ്ടാവും? ഇത് കണക്കുട്ടി വെക്കണ്ടേ? ഞാൻ പറയാണ്, ഞാനൊരു ഓർഡർ തരികയാണ്, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് ഇപ്പൊ ലതാംബികക്ക് ഞാൻ ഓർഡർ കൊടുക്കാൻ, ലതാംബിക എനിക്ക് കൂടുതലൊന്നും എനിക്കറിയില്ല, കുറച്ച് ഉണ്ണിയപ്പം വേണം വീട്ടിലേക്ക്, എണ്ണ ഒന്നും എനിക്കറിയില്ല, ഞാനൊരു 5,000 രൂപ തരാം, എനിക്ക് ഉണ്ണിയപ്പം വീട്ടിലേക്ക് എത്തിക്കാം. എത്ര ഉണ്ണിയപ്പം ഉണ്ടാക്കി ലതാംബിക അയക്കും? ലതാംബിക ഓൺ ദ സ്പോട്ട് എന്നോട് പറയണ്ടേ, സാറേ 2,000 ഉണ്ണിയപ്പം കിട്ടും 5,000 രൂപയ്ക്ക് എന്ന് പറയണ്ടേ?
ഇല്ല, കാൽക്കുലേഷൻ ഇല്ല അവിടെ. എന്താണെന്നറിയോ, നമ്മൾ എവിടെയാണെന്നറിയോ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെയാണെന്നറിയോ, ഒരു ഉണ്ണിയപ്പം വിൽക്കുന്നത് എന്താ എനിക്കറിയില്ല, വില അറിയില്ല, 2 രൂപ ഫോർ എക്സാമ്പിൾ, 2 രൂപയും കൂട്ടി. നിങ്ങൾ കൂട്ടുന്ന എവിടെയെന്നറിയോ, 2 രൂപ വെച്ചിട്ട് കൂട്ടും. അതായത് 5000 ഡിവൈഡ് ബൈ 2, അപ്പൊ എത്ര കിട്ടും? 10000 ഉണ്ണിയപ്പം അല്ലെ? ആണോ? കണക്ക് കൂട്ടി നോക്കി, ഒന്ന് കണക്ക് കൂട്ടി നോക്കെ എല്ലാവർക്കും. എത്ര ഒന്ന് കൂട്ടിയൊക്കെ, ഞാൻ പറഞ്ഞ എത്ര, നിങ്ങൾ എത്ര കൊല്ലം വലിയ ബ്രില്യന്റ് ബിസിനസ്സുകാരാന്ന് നോക്കട്ടെ. 5000 രൂപയ്ക്ക് 2 രൂപ വെച്ച് എത്ര ഉണ്ണിയപ്പം കിട്ടും? എത്ര ഉണ്ണിയപ്പം? 9 ഉണ്ണിയപ്പത്തിന് കറക്റ്റ് അങ്ങനെ കിട്ടും. 9 ഉണ്ണിയപ്പത്തിന് 30 രൂപ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേക്കെ. വലിയ വലിയ ബിസിനസ്സുകാരല്ലേ എന്റെ മുമ്പിൽ ഇരിക്കണേ, സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരല്ലേ, ഞാൻ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. 2500 ഉണ്ണിയപ്പം എത്ര പേർക്ക് കിട്ടിയത്? 2500. അപ്പോ അങ്ങനെയാണോ ശരിക്കും ഒരാള് ബൾക്കായിട്ട് ഓർഡർ തരുമ്പോ കണക്കൂട്ടുക? ഓക്കെ, ശരി, അവിടെ ഇരിക്കട്ടെ. 2500 രൂപയുടെ 2500 ഉണ്ണിയപ്പം വിറ്റാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എത്ര പേർക്ക് ഇത്ര ഉണ്ണിയപ്പം ബിസിനസ് ചെയ്യുന്നവരെന്നെ ഇവിടെ ഉണ്ട് പറ. 2500 രൂപയുടെ ഉണ്ണിയപ്പം വിറ്റാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോസ്റ്റ് എവിടെന്നാ? നിങ്ങൾ വാങ്ങിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് മാറും. ഞാൻ പറയാം, അതാണ് നേരത്തെ സജീവ് പറഞ്ഞ കാര്യം. നിങ്ങൾ പോയി അരി വാങ്ങിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ, അടുത്ത സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കുമ്പോൾ 80 രൂപ കിലോക്കുള്ള അരി മേടിച്ചു. നിങ്ങൾ മറ്റൊരു സമയത്ത് വാങ്ങിക്കണം 40 രൂപ കിലോക്കുള്ള അരി വാങ്ങിച്ചു. നിങ്ങളെ കോസ്റ്റ് വേരി ചെയ്യുന്നത് എപ്പോഴാ? നിങ്ങളുടെ സമയത്ത് പോയി വാങ്ങിക്കുന്നതനുസരിച്ച് കോസ്റ്റ് മാറുന്നതനുസരിച്ച് നിങ്ങളുടെ പ്രോഫിറ്റ് കുറയില്ലേ? മുമ്പേ അറിയോ? മുമ്പേ അതിനെപ്പറ്റി ചിന്തിച്ചു വെക്കുന്നുണ്ടോ? ഇല്ല. ഓർഡർ വരുമ്പോൾ ഓടിപ്പോകും. എവിടെ കടയിൽ കിട്ടും? അബ്ദുറഹ്മാന്റെ കടയിൽ പോയി കഴിഞ്ഞാൽ 80 രൂപ അരിക്ക്. പിന്നെ അപ്പുറത്ത് ഖാദറിന്റെ കടയിൽ പോയി കഴിഞ്ഞാൽ 88 രൂപ. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ സുലൈമാന്റെ കടയിൽ പോയി കഴിഞ്ഞാല്, റേഷൻ കടയിൽ തൽക്കാലം ഞാൻ പോകുന്നില്ല. റേഷൻ കടയിൽ സാധനം മേടിച്ചിട്ട് നിങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി വിൽക്കൂലല്ലോ, വിറ്റാ നിങ്ങൾ കേസെടുക്കും. അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല. സുലൈമാന്റെ കടയിൽ പോയി കഴിഞ്ഞാൽ 76 രൂപ. പക്ഷെ ഒരു പറ്റിപ്പോയി. ഈ ഓർഡർ വന്നത് 5 മണിക്ക്, സുലൈമാൻ 5 മണിക്ക് കട അടച്ചു പോയി. എത്ര രൂപ നഷ്ടം വന്നു? ആകെ ഉള്ളത് അബ്ദുറഹ്മാന്റെ കട മാത്രമേ ഉള്ളൂ, അവിടെ 88 രൂപ കിലോക്ക്. 10 രൂപ 1 കിലോ അരിയിൽ വ്യത്യാസം വന്നു. ആർക്കാ നഷ്ടം? ഓർഡർ തന്നവർക്കാണോ ഉണ്ടാക്കുന്നവർക്കാണോ? എത്ര പേര് ചിന്തിക്കും ഇതിനെ പറ്റിയിട്ട്? ലാഭം മാത്രം നോക്കുന്നവർ, അതൊക്കെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞോളൂ, അതൊക്കെ ബിസിനസിന്റെ മറ്റൊരു രൂപമാണ്. ലാഭം മാത്രം നോക്കുന്നവർ ക്വാളിറ്റി വെക്കില്ല. ഇതെല്ലാം നിങ്ങൾ ആവശ്യമില്ലാത്ത ഉണ്ടാക്കിയെടുക്കണ്ട. വെറുതെ റേഷൻ കടയിലെ അരിയല്ല ഇത്. ഇതൊന്നല്ല ബിസിനസ്സിൽ ഹോണസ്റ്റ്. അത് രണ്ടാമത് പറയാം. ഇത് നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് നോ യുവർ ബിസിനസ് എന്ന് അത്രയും ഡീറ്റെയിൽസ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ബോധമില്ലാത്ത, അതിന്റെ കോസ്റ്റ്, സെല്ലിങ്, സംഭവം, ഇത് ശരിക്കും മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയൊക്കെ പ്രോഫിറ്റ് കൂട്ടാം. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഉണ്ണിയപ്പത്തിന് ഉദാഹരണം പറഞ്ഞല്ല. നിങ്ങളൊരു RD കളക്ഷൻ എടുത്തോളൂ. നിങ്ങൾ RD കളക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ഉദാഹരണം പറയാം. RD കളക്ഷൻ എല്ലാ മാസവും RD കളക്ഷൻ ഉണ്ടെന്ന് കരുതിക്കോ. നിങ്ങൾ 10ാം തീയതിയാണ് ആൾക്കാർ കളക്ഷൻ നിങ്ങൾ തരുന്നത് കരുതിക്കോ. നിങ്ങൾ ഒരു സ്ഥലത്ത് ഇപ്പോ 10 പേര് നിങ്ങൾ കളക്ഷൻ തരുന്നുണ്ട്. 10 പേര് 10 ദിവസങ്ങളാണ് നിങ്ങൾ കളക്ഷൻ തരുന്നതെങ്കിൽ, ചിലപ്പോൾ ആ 10 പേരുടെയും വീട് ഒരേ ഭാഗത്തായിരിക്കുകയാണെങ്കിൽ നിങ്ങൾ 10 പ്രാവശ്യം പോണ്ടേ അവിടെ? ഈ 10 പ്രാവശ്യം പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോസ്റ്റ് വരുന്നുണ്ടോ? ഇല്ല. അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നുണ്ടോ? ഈവൻ നിങ്ങൾ നടന്നാണ് പോകുന്നതെന്ന് കരുതിക്കോ, നടന്നു പോവുകയാണെന്ന് കരുതിക്കോ, എങ്കിൽ കൂടി നമുക്കൊരു കോസ്റ്റ് ഉണ്ട് അവിടെ. സർവീസ് ചാർജ്. ഇത് എത്രത്തോളം ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും? അത് ഒരു ദിവസമാക്കി സെറ്റ് ചെയ്താലോ? നമ്മുടെ ബിസിനസ്സിന് നമ്മൾക്ക് അറിഞ്ഞാൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിനെ പറ്റിയിട്ട് നമുക്ക് പറ്റും. അപ്പൊ അവർക്ക് പൈസ ഇല്ല എന്നൊക്കെ പറയും. അതൊന്നും അല്ല അതിന്റെ സംഭവം. ഇത് കൃത്യമായി നമ്മളൊന്ന് മനസ്സിലാക്കി കൊണ്ടുപോകണം. അപ്പൊ അതൊക്കെ ഇപ്പൊ ഒരു നേരത്തെ വീണ്ടും ഞാൻ ഇതിലേക്ക് വരാം. LIC പോളിസി വിൽക്കുന്നയാൾ ആക്ച്വലി എന്താണ് വിൽക്കുന്നത്? LIC പോളിസി ആണോ വിൽക്കുന്നത്, അല്ല മറ്റെന്തെങ്കിലും അവരുടെ ഒരു പരിഹാരമാണോ കൊടുക്കുന്നത്? ഇതെത്ര പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്? ചിന്തിച്ചു നോക്കണം. ഞാൻ അതിലേക്ക് കൂടുതൽ ഡെപ്റ്റ് ആയിട്ട് പോകുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇത് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓരോ ആളുടെയും ബിസിനസ്സിന് അകത്ത് അതിന് ശരിക്കും ഇരുന്ന്, വിജയലക്ഷ്മി ഇത് ചെയ്യുന്ന ഒരാളാണ്.
LIC പോളിസി വിൽക്കുന്ന നിങ്ങൾ ഒരിക്കലും ഒരാളുടെ ലൈഫ് പ്രൊട്ടക്ഷൻ അല്ല ചെയ്യുന്നത്. ആരെങ്കിലും ഒരാൾ അറിഞ്ഞുകൊണ്ട് എൻ്റെ ലൈഫിന് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയില്ല. കാരണം എന്താ അറിയോ, മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ആരെങ്കിലും എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഓക്കെ ഞാൻ മരിക്കും അതുകൊണ്ട് എനിക്ക് ലൈഫ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയാൻ ധൈര്യമുള്ള ഈ 200 ആളിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എടുക്കാൻ താല്പര്യമുള്ള, മനഃപൂർവ്വം സത്യസന്ധമായിട്ട് പറയും, ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് ഞാൻ മരിക്കും അതുകൊണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ താല്പര്യമുള്ള ഒരാളിവിടെ ഉണ്ടാവുമോ? അതുകൊണ്ടാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ LICയുടെ ശരിക്കും ലൈഫ് അറിയില്ല, ആ പ്രൊഡക്റ്റിന് സെല്ല് ഭയങ്കര കുറവാണ്. മറ്റ് യൂണിറ്റ് ലിമിറ്റഡ് പ്രൊഡക്റ്റുകളൊക്കെയാണ് ഇപ്പൊ വിൽക്കുന്നത്. മറ്റേ പ്രൊഡക്റ്റ് വളരെ കുറവ് മാത്രമേ വിൽക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? ഒരാളും മനഃപൂർവ്വം എൻ്റെ ലൈഫ് പ്രൊട്ടക്ഷൻ വേണം, മരിച്ചാൽ എൻ്റെ കുടുംബത്തിൽ ഇത്ര കിട്ടണമെന്ന് ചിന്തിച്ചിട്ട് എടുക്കാറില്ല, എടുക്കുകയില്ല. മറ്റേതെങ്കിലും രീതിയിലാണ് ആ സാധനത്തെ നമുക്ക് വിൽക്കുന്നത്. അതാണ് മനസ്സിലാക്കാത്തത്. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലാസ് അവിടെ പഠിപ്പിച്ച് തരുന്നുണ്ട്. ഇല്ലാന്നല്ല, ഇതൊക്കെ പഠിപ്പിച്ച് തരുന്നുണ്ട്. ഇപ്പൊ വന്നു ഉണ്ണിയപ്പം ബിസിനസ്സിൽ ഒരുപാട് ലാഭം കിട്ടില്ല, പിന്നെ എന്ത് കുന്തത്തിനാ സാധനം ചെയ്യുന്നു? 550 രൂപ ഇപ്പൊ വെളിച്ചെണ്ണ വിലയും കൊടുത്തിട്ട് ഉണ്ണിയപ്പം ബിസിനസ് ചെയ്യുന്നു. പിന്നെ എന്തിനാണ്? ആരെ സേവിക്കാനാ? ഇവിടെയാണ് ഇതിന്റെ ശരിക്കും ഫണ്ടമെന്റൽ കാര്യം. ഉണ്ണിയപ്പം ബിസിനസ് ലാഭം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ചെയ്യണേ? ചെയ്യാതിരിക്കണം. അല്ലെങ്കിൽ അതിന് ലാഭം കിട്ടുന്ന വഴി നോക്കണം. എന്തുകൊണ്ട് നോക്കുന്നില്ല? അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് വീണ്ടും ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും കൃത്യമായി വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഉൽപ്പന്നം എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്, നമ്മുടെ ഉൽപ്പന്നം എന്ന് പറയുന്നത് കസ്റ്റമറുടെ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ്. അല്ലാതെ നമ്മളെ പ്രൊഡക്റ്റ് അവർക്ക് വിൽക്കലെന്ന് പറഞ്ഞ പരിപാടിയേ അല്ല. അവരുടെ ഒരു പ്രശ്നം കാണണം. അപ്പൊ ഒരാളോട് സംസാരിക്കുമ്പോ, നമ്മളിപ്പോ അനിതയോട് സംസാരിക്കുമ്പോൾ അനിതയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം. ആ പ്രശ്നത്തിന് പരിഹാരമായിട്ട് എൻ്റെ പ്രൊഡക്റ്റ് കൊടുക്കാൻ തോന്നണം. ഈ കൺവേർഷൻ നമുക്ക് പറ്റാത്തടത്തോളം കാലം നമുക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓരോ സംസാരത്തിലൂടെ ആൾക്കാരോട് ക്ലോസ് ആയിട്ട് അവരോട് ഇടപെടുന്നതിലൂടെ അവരുടെ യഥാർത്ഥ വിഷയം എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന് നമുക്ക് കൃത്യമായ ഒരു സിസ്റ്റം വേണം നമ്മുടെ കയ്യിൽ. ഒരു 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 ഉദാഹരണം ഇങ്ങനെ പറയാം. നമുക്ക് ഇന്ന് ഇത് നമ്മളെല്ലാവരും പോകുന്നവരുടെ ഉദാഹരണം, നമുക്ക് എത്ര പേർക്ക് സാമ്പത്തികമായ ഒരു ലക്ഷ്യമുണ്ട്? ഇന്ന് ഈ മാസം എനിക്ക് ഇത്ര രൂപ വരുമാനം ഉണ്ടാക്കണം എന്ന് ഉള്ളവർ എത്ര പേര് എൻ്റെ മുമ്പിലുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ. വെറുതെ ഗസ്സിങ് അല്ല, ഗോളാണ്, ലക്ഷ്യമാണ്. ആഗ്രഹത്തെ പറ്റിയല്ല ഞാൻ ചോദിക്കുന്നത്, ലക്ഷ്യമാണ്. ആഗ്രഹം വേറെയാണ്, ലക്ഷ്യം വേറെയാണ്. നിങ്ങൾക്ക് ഇത്ര രൂപ എഴുതിക്കോ, നിങ്ങളുടെ എമൗണ്ട് എഴുതിക്കോ. ഇത്ര രൂപ എനിക്ക് ഈ മാസം വരുമാനം ഉണ്ടാക്കണം, ലക്ഷ്യമാണ്, ആഗ്രഹമല്ല. ആഗ്രഹം വേറെയാണ്, ലക്ഷ്യം വേറെയാണ്, രണ്ടും രണ്ടാണ്. ഓക്കെ, അങ്ങനെ വരികിൽ നിങ്ങൾ ഒരാൾ ചോദിക്കുക, നിങ്ങളുടെ മാസ വരുമാന ലക്ഷ്യം ഒരു 50,000 രൂപയാണ് നിങ്ങൾ കരുതിക്കോ. ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കണം, 50,000 രൂപയാണെന്ന് കരുതിക്കോ. അപ്പൊ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര രൂപ ഉണ്ടാക്കണം? അതൊന്ന് പറഞ്ഞ്. 50,000 വരുമാനം ഉള്ളയാൾ ഒരു ദിവസം എത്ര രൂപ ഉണ്ടാക്കണം? ഇവിടെ നിന്ന് തുടങ്ങുന്നു നിങ്ങളുടെ ചെറിയ ചെറിയ മാറ്റം. 50,000 രൂപ എനിക്ക് ഈ മാസം ഉണ്ടാക്കണം. ശരി, സമ്മതിച്ചു, കറക്റ്റ്. ഒരു ദിവസം എത്ര ഉണ്ടാക്കണം? അവിടെ ഉത്തരത്തിന് സമയം എടുക്കുന്നു അല്ലെ? ഇതെന്താണെന്നറിയോ? 50,000 വേണമെന്ന് എഴുതിയ ആളുണ്ടല്ലോ, എത്ര സമയം എടുത്തു അതിന് മറുപടി വരാൻ? 50,000 ആദ്യം എഴുതിയ ആള് ഒരു ദിവസം എത്ര വേണമെന്ന് ആലോചിക്കാൻ സമയം എത്ര എടുത്തു നോക്കിയേ. നിങ്ങൾ കമന്റിൽ ചാറ്റിൽ നോക്കൂ, ഉത്തരമില്ല. മിനിമം 5,000. 50,000 ഒരു ദിവസം വേണ്ട ആള് മിനിമം 5,000. എങ്ങനെയാണ് മാച്ച് ആവുക ഈ സാധനം? ഞാൻ പറഞ്ഞില്ലേ, അടിസ്ഥാനപരമായ പ്രശ്നം എവിടെയാ? ഇതൊന്നും മാറ്റിപ്പിടിക്കണം. 50,000 രൂപ ഒരു മാസം വരുമാനം വേണ്ടയാൾ ആവറേജ് 2,000 രൂപ വെച്ച് ഒരു ദിവസം ഉണ്ടാക്കണം. സൺഡേ ഹോളിഡേ ആണ്, നമുക്കൊന്നും കിട്ടില്ലെന്ന് എഴുതിയാൽ നോക്കിയാൽ 2,000 രൂപ വെച്ച് വെക്കുമ്പോൾ എത്രയായി? 60,000 രൂപ. ഓക്കെ, 10,000 രൂപ നമുക്ക് മറ്റൊരു രീതിയിൽ വെച്ചാൽ മിനിമം 2,000 രൂപ വെച്ച് ഒരു ദിവസം ഉണ്ടാക്കണ്ടേ? അല്ലെങ്കിൽ 1,666 അങ്ങനെയും കൂട്ടാം. അതിപ്പോ എല്ലാ ദിവസവും കിട്ടിയില്ലെങ്കിൽ ഇത് 2,000 വെച്ചാൽ നമ്മൾ സേഫായി. ഈ കണക്ക് കൂട്ടൽ ഓരോ ദിവസവും 2,000 കുറയുന്നു, 2,000 കുറയുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ?
ഇങ്ങനെ ആലോചിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്യുന്നവരോ, ഗാർമെന്റ്സ് ഷോപ്പോ, ബ്യൂട്ടിക് ഷോപ്പുകളോ, അല്ലെങ്കിൽ സ്റ്റേഷനറി ഷോപ്പുകളോ മറ്റെന്ത് തന്നെ നടത്തുമോ, നിങ്ങൾ ഇങ്ങനെ എത്രത്തോളം ആലോചിച്ചിട്ടുണ്ട്? ഓരോ ദിവസവും എനിക്ക് ഇത്രയാണ് കുറവ്, ഇത്രയാണ് കിട്ടുന്നില്ല, ഇത്ര കിട്ടിയില്ല എനിക്ക് എന്ന് പറയുന്നത്. ഇത് വളരെ കൃത്യമായ സാമ്പത്തിക ലക്ഷ്യം. ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് മുതൽ പറയാം. ഞാൻ നോർമലി പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെന്ന്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബിസിനസ്സിനെ മനസ്സിലാക്കുക എന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലെ. രണ്ടാമത്തെ, നിങ്ങൾ കൃത്യമായി ഓരോ ദിവസത്തെ പ്രവർത്തനത്തെ പറ്റി നിങ്ങളൊന്ന് ശരിക്കും ആലോചിക്കുക. എന്തൊക്കെയാണ് ഞാൻ ഇന്ന് ചെയ്യേണ്ടത്? വാട്ട് ഐ ടു ഡു ഇൻ എ ഡേ. ഇന്ന് ഞാൻ എന്റെ ബിസിനസ്സിന് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായി, കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് എന്റെ ബിസിനസ് കൂട്ടാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യും. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സാമ്പത്തികമായ ലക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. എത്ര വേണമെന്ന് കൃത്യമായ ഒരു ലക്ഷ്യം നമുക്ക് വേണം. രാമായണം വായിക്കാൻ വേണ്ടി വേർഡ് ചെയ്തു കറണ്ട്. ഓക്കെ, ശരി. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റെഫറൻഷ്യൽ സിസ്റ്റം ഉണ്ടോ? അതായത് നിങ്ങൾക്ക് നമ്മുടെ കസ്റ്റമർ എല്ലാവർക്കും അറിയാലോ. ഈ കസ്റ്റമറുടെ പ്രത്യേകത അറിയാലോ. പുതിയ കസ്റ്റമറാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ചായ വിൽക്കുന്ന ഒരാളാണ്, ചായ കച്ചവടക്കാരനാണ്. അവനെ സംബന്ധിച്ച് ഇന്ന് ചായ മേടിച്ചോ നാളെ അവിടെ വരണമെന്നൊന്നുമില്ല. അവനിങ്ങനെ ചായ ഇങ്ങനെ വിറ്റോണ്ടേ ഇരിക്കണം. അവന് ഒരു ബന്ധവുമില്ല. ആ ചായ കൊടുക്കുക, അങ്ങോട്ട് പോയി കഴിഞ്ഞു. പക്ഷെ നിങ്ങളുടെ ബിസിനസ് അങ്ങനെ അല്ലല്ലോ. നിങ്ങൾ അതേ മുമ്പേ ഉള്ള ആൾക്കാർ തന്നെയാണ് പലപ്പോഴും നമ്മളിൽ വരാൻ സാധ്യത ഏറ്റവും കൂടുതൽ. റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സുമായിട്ട് എത്ര കണ്ടുള്ള ബന്ധമുണ്ട്? അല്ലാണ്ട് ഉറക്കം വരുന്നല്ലേ? കോഴിക്കോടുകാരിക്ക് ഇത്രയും ഉറക്കം വരണല്ലേ? ഇത് കുറച്ച് തലയിലേക്ക് വരേണ്ട സാധനം ആയതുകൊണ്ടാണ് അങ്ങനെ ഉറക്കം വരുന്നത്. കാരണം സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ, പണിയൊന്നും ചെയ്യണ്ടേ, ഇതൊന്നും പഠിച്ചിട്ട് പരിപാടി ഇത് ചെയ്യണ്ടേ, ബിസിനസ് ചെയ്യണ്ടേ. അപ്പോ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സിന് എങ്ങനെ നമുക്ക് ആകർഷിച്ചെടുക്കാൻ പറ്റും? അവരുമായിട്ട് എന്ത് ബന്ധം വെക്കാം? നിങ്ങളുടെ ഉപഭോക്താക്കൾ എങ്ങനെയാണ് നിങ്ങൾ നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി എന്ത് പ്രവർത്തനമാണ് നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ, ഒരുപാട് ബിസിനസ് ആൾക്കാരുണ്ട്. നിങ്ങൾ ആ കസ്റ്റമറുടെ ഫോളോ അപ്പിന് എന്ത് മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? എത്ര പേര് കസ്റ്റമർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനൊരു മെത്തേഡ് നിങ്ങൾ കൊണ്ടുവരണം. ആ മെത്തേഡ് നിങ്ങൾ കൊണ്ടുവന്നിട്ട് അതിന് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. ഇടയ്ക്കല്ലേ ഉള്ളൂ. റിപ്പീറ്റഡ് ആണെങ്കിലോ, നിങ്ങൾ ഒരാള് ഫേഷ്യൽ ചെയ്ത് പോയി, അല്ലെങ്കിൽ ത്രെഡ് ചെയ്ത് പോയി, ആ ത്രെഡ് ചെയ്ത ആൾ എത്ര ദിവസം കണ്ട് വീണ്ടും ത്രെഡിങ് വേണം എന്നുള്ള കണക്കുകളെല്ലാം ഉണ്ടോ? അയാൾ എപ്പോ ഇങ്ങ് വന്നാലായല്ലേ, അല്ലാതെ ഇല്ലല്ലോ. ഒരു ഫേഷ്യൽ അല്ലെ ഹെയർ കട്ട് ചെയ്ത്, ഞാൻ ഇപ്പോൾ ഹെയർ കട്ടിന് എനിക്കറിയില്ല ഇതിനെപ്പറ്റി കൂടുതൽ. ഹെയർ കട്ട് ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ഹെയർ കട്ട് ചെയ്തിട്ട് ഒരാൾ പോയി, അയാൾ രണ്ടാമത് ഹെയർ കട്ട് ചെയ്യാനുള്ള സമയം എപ്പോഴാണ്? ഏത് സമയത്ത്? അയാൾ വന്നാൽ ആയല്ലേ. അവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുന്നതല്ല വിഷയം. അവരുടെ ഞങ്ങൾ ചെയ്ത പ്രൊസീജിയർ, ഞങ്ങളൊക്കെ ചെയ്തൊരു കാര്യമുണ്ട്. ഞങ്ങൾക്കൊരു സ്മോക്ക് ടെസ്റ്റ് സെന്റർ ഉണ്ട്. സ്മോക്ക് ടെസ്റ്റ് സെന്ററിൽ ഞങ്ങൾ കൃത്യമായി എഴുതി വെക്കും, ഇന്ന ദിവസം അയാൾ ചെയ്തു, അയാളുടെ ഇൻഷുറൻസ് ഇന്ന ദിവസം തീരും, വണ്ടിയുടെ ലൈസൻസ് വണ്ടിയുടെ ടെസ്റ്റിംഗ് ഇന്ന ദിവസം, സ്മോക്ക് ഇന്ന ദിവസം തീരും. എന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ആ ഡേറ്റിലേക്ക് അത് എഴുതി വെക്കും. അതായത് ഇന്നിപ്പോ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വർഷത്തെ ആണെങ്കിൽ അടുത്ത വർഷം ഈ ഡേറ്റിലേക്കുള്ള ഡയറിയിലാണ് ഞങ്ങൾ എഴുതി വെക്കും. ഇവിടെ എഴുതി വെക്കില്ല. ആ ദിവസത്തെ തലേ ദിവസം മറിച്ച് നോക്കുമ്പോൾ നാളെ ആർക്കാണ് ഡ്യൂ ഉള്ളത് മനസ്സിലാവും. അപ്പൊ ഞങ്ങൾ തലേ ദിവസം വിളിക്കുക, നാളെയാണ് നിങ്ങളുടെ വണ്ടിയുടെ സ്മോക്ക് ടെസ്റ്റിംഗ് ഉള്ളത്, വരുമല്ലോ എന്ന് പറഞ്ഞ് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യും. അപ്പൊ പിന്നെ അവരൊന്നും ആലോചിക്കില്ല, പിറ്റേ ദിവസം കണ്ണടച്ചങ്ങ് വരും. ഇങ്ങനെ ഇത് ഫോളോ അപ്പ് സിസ്റ്റം എന്ന് പറയും. ഇങ്ങനെ ഫോളോ അപ്പ് സിസ്റ്റം ചെയ്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ വേറെ എവിടെയും പോകില്ല. അവന് ഓർമ്മ വരും, ഇത് ഇന്ന് ഇതാണ് കേട്ടോ പരിപാടി, ഇന്ന് അവിടെ പോകാൻ കേട്ടോ എന്ന് പറയും. എത്ര പേര് ഒരു ഉദാഹരണം പറയാം. എത്ര പേര് നിങ്ങളുടെ കടയിൽ ചുരിദാർ ഇപ്പൊ അങ്ങനത്തെ കച്ചവടം ഉണ്ടാവുമല്ലോ, ചുരിദാർ വാങ്ങിക്കാൻ വന്ന കസ്റ്റമർ കോണ്ടാക്ട് നമ്പർ വന്നിട്ട് അടുത്ത പുതിയൊരു ട്രെൻഡ് ചുരിദാർ വന്നപ്പോൾ അവർക്ക് അയച്ചു കൊടുത്ത ആൾക്കാർ ഇവിടെ എത്ര പേരുണ്ടെന്ന് ടൈപ്പ് ചെയ്തേ. പുതിയൊരു മോഡൽ ചുരിദാർ വന്നിട്ട് അന്ന് ചുരിദാർ മേടിച്ച ആൾക്കാർക്ക് അതിന് പുതിയൊരു ചുരിദാർ വന്നിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് എത്ര പേരുണ്ട്? ഉള്ളവർ രക്ഷപ്പെട്ടു. ഇതിന് വലിയ ചെലവുണ്ടോ? ഒരു മെത്തേഡ് മാത്രം സെറ്റ് ചെയ്ത് വെച്ചാൽ മതി, സുഖമായിട്ട് പറ്റും. അപ്പോ ഇത്തരം കഥ അപ്പോഴാണ്. രണ്ടാമത്, നിങ്ങൾ റെഫറൻഷ്യൽ സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ ഇതേ കാര്യം പറയാം.
മുൻകൂർ തന്നെ ചോദിച്ചു, സാറ് വഴക്ക് പറയല്ലേ എന്നല്ലേ. ചോദ്യം ഇതാണ്, സാറേ കോഴിക്കോട് പ്രോഗ്രാം ലൈവ് കാണിക്കാൻ പറ്റുമോ? സാറ് വഴക്ക് പറയല്ലേ, ഒരു സംശയം ചോദിച്ചതാണ്. കമല, വളരെ രസമുള്ള ഒരു കാര്യമാണ്. ആ കാര്യം ഞാൻ പബ്ലിക്കിൽ ഇപ്പൊ പറഞ്ഞാൽ എന്താണ് എന്റെ കോഴിക്കോട് പ്രോഗ്രാം സംഭവിക്കാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ പറഞ്ഞു നോക്കേ. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും കോഴിക്കോട് പ്രോഗ്രാമിന്റെ റിസൾട്ട്? ഇതൊന്ന് ആലോചിച്ച് വെക്കണേ. ഞാനിവിടെ ആനക്കാര്യം പറയാണ്, അവിടെ നടക്കുന്നല്ലേ. അയ്യോ, ശ്രദ്ധിക്കട്ടോ. അതിനെപ്പറ്റി മറുപടി ഞാനിപ്പോ ഒരിക്കലും പറയില്ല. ഇല്ല, ഒരു കാര്യം ഉറപ്പാണ്, ലൈവ് ഉണ്ടാവില്ല. അത് ക്ലിയർ ആണ്. സൂം ലൈവ് ഒരിക്കലും നമ്മൾ കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യവും ഫ്ലോ പോയി അല്ലേ? ശരിയാണ്. ഇതെന്റെ ഒരു വിഷയമാണ് കേട്ടോ. ഞാൻ ഇത്രയും കാര്യമായി പറഞ്ഞു കൊടുക്കുമ്പോൾ ചാറ്റ് ബോക്സിൽ വന്ന് നോക്കിയിട്ട് മറുപടി പറയും. അതൊരു വലിയൊരു വിഷയമാണ്. ഒരിക്കലും പാടില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് പറഞ്ഞു പോകുന്നു. കാരണം അത് ഒരു ചില ക്യൂരിയോസിറ്റി വരുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. ഇത് നോക്കൂ, എന്താണെന്നറിയാം, കഴിഞ്ഞ 2 പ്രാവശ്യം എനിക്ക് പറ്റിപ്പോയിരുന്നു. അതുകൊണ്ട് ഞങ്ങള് ലൈവ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂം ലൈവ് ക്ലാസ് ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അത് നെറ്റ്വർക്കിന്റെ വലിയ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരോട് വന്ന് ഇപ്പൊ ലോകത്ത് പല ഭാഗത്തുനിന്ന് ആൾക്കാർ പേയ്മെന്റ് ചെയ്തിട്ടിരിക്കും. അവർ ഫുൾ ടൈം ഇരിക്കും. പക്ഷെ അവരോട് ആ നീതി പുലർത്താൻ കഴിയില്ല. കാരണം അവിടുത്തെ ലൈവ് പ്രോഗ്രാംസിന് നമുക്ക് ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര, അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് പിടിച്ച പരിപാടിയാണ്. ക്യാമറയ്ക്ക് കുറേ ക്യാമറ വെക്കണം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇല്ല. ലൈവിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. ഈവൻ റെക്കോർഡിംഗ് പോലും ഉണ്ടാവില്ല. റെക്കോർഡിംഗ് പോലും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴത്തെ അറിയാലോ നിങ്ങൾക്ക്, ലൈവ് പ്രോഗ്രാം നമുക്ക് ഇങ്ങനെ മുഴുനീള ക്ലാസ് ഒന്നും അല്ല ഇവിടെ നടത്തുക. നമ്മൾ ഇന്ററാക്ഷൻ ആണ്. നിങ്ങളെ ഓരോ ആളെ കേൾക്കുക, നിങ്ങളെ ഓരോ ആളെ വിഷയങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും പിന്നെ റെക്കോർഡിംഗ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നിങ്ങൾ ഞാനൊരു കാര്യം ചോദിച്ചോ, പറയാൻ വന്ന കാര്യം മറന്നുകൊണ്ട്, നിങ്ങൾ ഗാർമെന്റ്സിന് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ പറയാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എനിക്ക് ഈ ബ്യൂട്ടിയുടെ സാധനങ്ങൾ എനിക്ക് തന്നെ പേര് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. മുടി ഫേഷ്യൽ വരാൻ ചെയ്യുന്ന ആൾക്കാർക്ക് അടുത്ത പ്രാവശ്യം റിപ്പീറ്റഡ് ആയി ഫേഷ്യൽ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടോ, കൊടുക്കാറുണ്ടോ? റെഫറൻഷ്യൽ സിസ്റ്റം എന്ന് പറയും. അതായത് ഇപ്പൊ എന്റെ ഭാര്യ നിങ്ങളെ സ്ഥാപനത്തേക്ക് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി എല്ലാ മാസവും വരികയാണ്. അപ്പോൾ ഭാര്യക്ക് എല്ലാ മാസവും നിങ്ങൾ 1200 രൂപ കൊടുക്കുന്നുണ്ട് എന്നായിരിക്കും. അപ്പൊ ഷീലേക്ക് 1200 രൂപ ബില്ല് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഷീലേക്ക് ഒരു ദിവസം വിളിച്ചു ചോദിക്കാണ്, എന്റെ ഒരു ഫ്രണ്ടും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ വന്നോട്ടെ എന്ന് പറയുന്നതിന് പകരം ഈ വന്ന ആൾക്കാർക്ക്, ഈ ആൾക്ക് ഓക്കെ, ഒരു കാര്യം ചെയ്യാൻ, ഞാൻ നിങ്ങൾ ആളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അടുത്ത തവണ നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ ഇത് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരും. എന്തോ ഇവിടുന്ന് കട്ട് ചെയ്യുന്ന എന്തൊക്കെ പേരുണ്ടല്ലോ അല്ലെ. ആ സാധനം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ ധൈര്യമുള്ള കസ്റ്റമേഴ്സ്, ബ്യൂട്ടീഷ്യന്മാർ ഇവിടെ എത്ര പേരുണ്ട്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്ര കസ്റ്റമർ നിങ്ങൾ റെഫറൻഷ്യൽ ആയിട്ട് കിട്ടും? ഇതൊക്കെ ഇതിന്റെ ഭാഗം കേട്ടോ. ഞാൻ റെഫറൻഷ്യലിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇതൊക്കെ ബിസിനസിന് ഇതാണ്. ഇപ്പൊ പറഞ്ഞു വന്ന് ഞാൻ കൂടുതൽ പറഞ്ഞു നീർപ്പിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഒരു സിസ്റ്റം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരണം. ഇത് കൊണ്ടുവരുമ്പോൾ സമയത്ത് മാത്രമേ നമുക്ക് നമ്മുടെ ബിസിനസിന് അടുത്ത തലത്തിൽ കൊണ്ടുപോകാൻ പറ്റൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കോസ്റ്റും നമുക്ക് വരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ ഇതിങ്ങനെ ആൾക്കാർക്ക് അറിഞ്ഞ് ഫോളോ അപ്പ് ചെയ്ത്, നമ്മൾ വിളിച്ചിട്ടൊന്നും ഫോളോ അപ്പ് ചെയ്യുന്ന കാലം പോയി. ഇപ്പൊ ഒന്നും ആൾക്കാർക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വിളിച്ചിട്ടൊന്നും പറ്റൂല. വിളിച്ചിട്ട് ഒന്നും പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇവിടെ ഒറ്റ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാം. ഗിഫ്റ്റ് കൊടുത്താലൊന്നും പോരാ. അവർക്കത് ഗിഫ്റ്റ് എന്താണെന്നറിയോ, നിങ്ങൾ അവർ തിരിച്ചു വന്ന സമയത്ത് ഒരു ഗിഫ്റ്റിന്റെ പാക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അയാൾക്ക് രണ്ടാമത് വട്ടം നിങ്ങളോട് വരാൻ തോന്നണമെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് അവിടെ ബിൽഡ് ചെയ്ത് വെക്കണം. ഗിഫ്റ്റ് വന്നതിന് ശേഷം സർപ്രൈസ് ആയിട്ട് കൊടുത്തോണ്ട് കാര്യമില്ല. കമ്മിറ്റ്മെന്റ് വേണം. അവിടെ പോയാൽ എനിക്ക് ആ സാധനം കിട്ടുമെന്നുള്ള ഒരു മുൻകൂട്ടി ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റണം. അപ്പോ ഒരു ഒറ്റ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾ വീണ്ടും ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ലൈഫ് ഇൻഷുറൻസ്, നിങ്ങൾ തൽക്കാലം ചാറ്റ് ഒഴിവാക്കൂട്ടോ. അത് എനിക്ക് ഈ ഫ്ലോ നഷ്ടപ്പെടും. ഞാൻ അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ പറയാം, നിങ്ങൾക്ക് ലാസ്റ്റ് സംസാരിക്കാം. നിങ്ങളൊരു ഇൻഷുറൻസ് ഏജന്റ് ആണെന്ന് കരുതിക്കോ. നിങ്ങൾക്ക് ഒരു മാസം 50,000 രൂപ വരുമാനം ഉണ്ടാക്കണം. വീണ്ടും ഞാൻ അതേ ചോദ്യം ചോദിക്കുകയാണ്, ശ്രദ്ധിക്കണം. നിങ്ങൾ ഇത് മനസ്സിലാക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ്, നിങ്ങൾക്ക് ഇതിനകത്ത് സക്സസ് ആകാൻ പറ്റില്ല. നിങ്ങൾക്ക് 50,000 രൂപ വരുമാനം ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം. ഒരു കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപ കിട്ടും. മറ്റൊരു പ്രൊഡക്റ്റ് വിറ്റാൽ നിങ്ങൾക്ക് 2000 രൂപ കിട്ടും. പിന്നൊരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3000 രൂപ കിട്ടും.
എങ്കിൽ നിങ്ങൾ ഒരു മാസം എത്ര കസ്റ്റമറെ കണ്ടെത്തണം? ഇതെങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും? മുൻകൂട്ടി ഒരു കാൽക്കുലേഷൻ ഉണ്ടായാൽ മാത്രമല്ലേ നമുക്ക് ഇത് 50,000 എത്തിക്കാൻ പറ്റുള്ളൂ. ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപ കിട്ടുന്നു. നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വിറ്റാൻ സമ്മതിക്കില്ലല്ലോ. അവര് ഡിഫറെന്റ് ആയിട്ട് പ്രൊഡക്റ്റ് വിൽക്കാൻ പറയില്ലേ? ടാർഗറ്റ് ഉണ്ടാവില്ലേ? എങ്ങനെ നമ്മൾ ഇത്ര കസ്റ്റമറെ കാണണമെന്ന് തീരുമാനിക്കുന്നു? ഇത് തീരുമാനിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഈ 50,000 എത്താൻ പറ്റില്ല. ഇതൊരു സിസ്റ്റം വേണം. 25 കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ പറ്റുമോ? എങ്ങനെ ആവറേജ് നടക്കും? 46,000 നിന്ന് പോയാലോ? അപ്പൊ 3000-ന്റെ എത്ര കസ്റ്റമർ, 2000-ന്റെ എത്ര കസ്റ്റമർ, 1000-ന്റെ എത്ര കസ്റ്റമർ എന്നൊരു ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് വേണ്ടേ? എത്ര പേര് മുമ്പും കൂട്ടി കാണിച്ചു നിൽക്കും? ഞാൻ 3000-ന്റെ 5 കസ്റ്റമറെ കാണുന്നു. അപ്പൊ എത്രയായി? 15,000. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു മാസം ഫസ്റ്റ് വെക്കാൻ പറ്റുന്നത് മാത്രമേ അവിടെ വിജയിക്കാൻ സാധിക്കുള്ളൂ. എല്ലാത്തടത്തും വിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് 1000-ന്റെ കസ്റ്റമറിലേക്ക് നമ്മൾ. ഇത് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഓരോ അതിനൊരു ഫോർമുല തന്നെ ഉണ്ട്. നമുക്ക് ലക്ഷ്യമിട്ട വരുമാനം ഡിവൈഡഡ് ബൈ അതിൽ നിന്നുള്ള ശരാശരി വരുമാനം ഈസിക്കൽ ടു ഉപഭോക്താക്കളുടെ എണ്ണം എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഫോർമുല നമ്മൾ ഉപയോഗിക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്ത് പോകണം. ഇത് ഫോളോ ചെയ്യാനുള്ള മെത്തേഡ്സുകൾ നിങ്ങൾ റെഡിയാക്കി കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ നാളെ ഞാൻ പറഞ്ഞു വന്ന ഇത്രയാണ്. ഞാൻ ഇത് ഒരു ഒബ്വിയസ്ലി ആയിട്ട് പറഞ്ഞതാണ്. ഇതിന് ഓരോന്നിനും ഡിവൈഡ് ചെയ്ത് കൃത്യമായി നാളെ ഒരു വെബിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. 3/8/2020. നാളെ തന്നെ യൂട്യൂബിൽ വരുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുന്ന എഴുതിയിട്ടാണ്. 3/8/2025. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വെബിനാർ ഉണ്ടാവും. ഇനി ആ വെബിനാർ, കാരണം ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് വളരെ ബേസിക്, ഏതൊരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കും ബിസിനസ് ചെയ്യാൻ പോകുന്ന ഒരാൾക്കും ബേസിക് ആയിട്ട് ഉണ്ടാക്കേണ്ട ഒരു ഐഡിയ പറ്റിയിട്ടുള്ള വെബിനാറാണ്. ഒരു 2 മണിക്കൂർ നേരമുള്ള ബേസിക് ഐഡിയാസ് മാത്രമാണ് പറയുന്നത്. അത് എനിക്കൊന്ന് എല്ലാ സൺഡേയും വെക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എവറി സൺഡേ ആ വെബിനാർ ഉണ്ടാവും. വെറും ചെറിയൊരു തുച്ഛമായൊരു തുകയിൽ മാത്രമാണ് ആ വെബിനാർ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബിസിനസ് കുറച്ചെങ്കിലും താല്പര്യമുള്ളവർ, ഈ പറഞ്ഞ ഇത്തരം ഐഡിയാസ് ഒന്നും കിട്ടുന്നില്ല, കുറച്ചെങ്കിലും ബിസിനസ് ചെയ്യണം എന്ന് താല്പര്യമുണ്ട് ഉള്ളവർക്ക്, ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുള്ള ആൾക്കാർ എല്ലാവരും ആ വെബിനാറിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ആ എമൗണ്ട് എന്തിനാണ് വാങ്ങിക്കുന്നത് വെച്ചാൽ, നിങ്ങളത് നിങ്ങൾക്കത് ചേരുമ്പോൾ ഒരു തുക കൊടുത്തിട്ട് ചേരണം എന്നുള്ള ഇൻട്രസ്റ്റ് ആണ്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഈ ക്ലാസ് നടത്തുമ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യാവുന്നു, പ്രത്യേകിച്ച് ഒരു കണ്ടീഷനും ഇല്ല അതിനകത്ത്. പക്ഷേ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇവിടെ കിട്ടുന്നതും ഒരു പേയ്മെന്റ് കൊടുത്തു പോകുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് രണ്ടും രണ്ടാണ്. നിങ്ങൾ പേയ്മെന്റ് 1 രൂപ കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾക്കറിയാം ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. ഐ ഹാവ് എ വാല്യൂ ഫോർ ഇറ്റ്. ഇത് വളരെ കൃത്യമായിട്ട് പോകണം. അല്ലേ? നിങ്ങളൊരു സ്ഥാനത്ത് പോയിക്കോ, നിങ്ങളൊരു റെസ്റ്റോറന്റിൽ പോവുക, ചായയുടെ കൂടെ ഒരു കടി ഫ്രീ ആയി കഴിഞ്ഞാൽ നിങ്ങൾ കടി മാത്രം മേടിക്കോ, ചായ മേടിക്കോ? ഏതാ വാങ്ങിക്കുക? ചായ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. പൈസ കൊടുത്താണ് ചായ മേടിച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു പഞ്ചസാര കുറവാണല്ലോ ഇതാണെന്ന് പറയാൻ പറ്റും. പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിന് മാത്രമേ കൃത്യമായി നമുക്കൊരു വിലയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. അത് ഒരു കാര്യം പറയണ്ടേ. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ കുറേ ആൾക്കാർ ഇപ്പൊ എന്നോട് സംസാരിച്ചില്ല. 6-7 മാസങ്ങളായിട്ടും ഈ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എന്നോട് സംസാരിച്ചതിൻ്റെയൊക്കെ ഞാൻ അവരോട് സംസാരിക്കാൻ ശ്രമിച്ച പോലെ നിഖിലയോട് നേരത്തെ സംസാരിക്കുകയുണ്ടായി. അങ്ങനെ ഓരോ ആളും സംസാരിക്കുമ്പോൾ അവർക്ക് ബിസിനസ്സിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, എനിക്ക് ഓരോ ആൾക്കാർ, കുറെ ആൾ പേര് ഞാൻ എടുത്ത് പരാമർശിക്കുന്നില്ല, എന്തുകൊണ്ടാണ് അവർക്ക് ആ ബിസിനസ് സക്സസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തത്, ഇപ്പോഴും അവരെ നിർത്തുന്ന ഒരു വിഷയം എന്താണ്? ഇപ്പൊ ബിഗിന നേരത്തെ പറയേണ്ട, ബിഗിന എന്തുകൊണ്ടാണ് ബിഗിനയുടെ ബിസിനസ് ഇപ്പോൾ നല്ല രീതിയിൽ സക്സസ് ആയി പോകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ ഒറ്റ മറുപടി ഉണ്ട്. ആ മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾ മോട്ടിവേറ്റഡ് ആയി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ബിസിനസ് സക്സസ് ചെയ്യാൻ പറ്റുന്നത്. ആ മോട്ടിവേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്നത്? നമ്മൾ എഴുതി വെച്ച കാര്യം സക്സസ് ആവുന്നു എന്നുള്ള ബോധ്യം വരുമ്പോൾ ആണ്. പക്ഷെ അവിടെ 90% ആൾക്കാരുടെ വിഷയം സെൽഫ് മോട്ടിവേറ്റഡ് അല്ലാത്തതാണ്. അവരാരെങ്കിലും ഒന്ന് തള്ളാനുണ്ടെങ്കിൽ അവർ പൊക്കോളും, ചോദിക്കാൻ ആളുണ്ടെങ്കിൽ അവർ ചെയ്യും. എന്തേ ഇത് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, അയ്യോ എന്തേ ചെയ്തില്ല, അതിന് ഉത്തരം പറയണമല്ലോ എന്ന് ഉള്ളത് കൊണ്ട് ചെയ്യും. ഇത് നിങ്ങൾ എത്ര പേര് റിലവന്റ് ആണ്? നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചത്, ഇപ്പൊ നിങ്ങൾ ഒരാള് എന്നും ചോദിക്കുകയാണ്, എന്തേ ഇന്നത്തെ ബിസിനസ് എന്തേ നിങ്ങൾ ചെയ്യാതെ, ഇന്ന് എത്ര രൂപ ബിസിനസ് ആയി, ഇന്ന് എന്താ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാ ദിവസവും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യോ ചെയ്യില്ലേ?
ഒന്ന് ഉത്തരം പറഞ്ഞ് യെസ് ഓർ നോ ടൈപ്പ് ചെയ്തേ. നിങ്ങൾ ഒരാൾ ചോദിക്കുകയാണ് എല്ലാ ദിവസവും വൈകിട്ട് ഇന്ന് എന്താ ചെയ്തത്, നിങ്ങൾ എത്ര ബിസിനസ് ചെയ്ത്, എന്താ കുറവ്, എന്താ ഇത്ര രൂപയുടെ സാധനം മേടിച്ചത്, എന്താ ഇത്ര രൂപയുടെ സാധനം മേടിച്ചില്ല നിങ്ങൾ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ഉത്തരം ഇതില്ലാത്തതല്ലേ ഇപ്പോഴും നിങ്ങളുടെ എല്ലാവരും അലട്ടുന്ന പ്രശ്നം? ബിസിനസ് ഏറ്റവും പ്രധാനമാണത്. ഇപ്പൊ ഞാൻ തന്നെ എന്റെ അനുഭവം പറയാം. ഞങ്ങൾ ഈ വിഷയത്തിൽ കടന്നു പോയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചെന്താണ്, ഞാൻ ബോസ് ആയിട്ട് ഇരിക്കൊന്നുമില്ല ഓഫീസിൽ, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു, സാറേ ഇത് മോട്ടിവേറ്റ് ആവുന്നില്ല, ഒന്നിക്കൽ സാറ് രാവിലെയും വൈകിട്ട് ഞങ്ങളോട് ചോദിക്കണം. എന്റെ സ്റ്റാഫിനോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് അത് പറ്റൊന്നുമില്ല. ഓരോ ആളും വിളിച്ച് എന്തുകൊണ്ട് നീ ചെയ്യാത്ത, എന്റെ മാനേജർ പണ്ട് അങ്ങനെയായിരുന്നു, പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു, നമ്മൾ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഞങ്ങൾ ഓരോ ആളും ചെയ്ത സെയിൽസ് അങ്ങ് പറ്റും. അപ്പൊ അടുത്ത ആൾ ചോദിക്കും, വൈ യു ആർ ദിസ് മച്ച് ടുഡേ, വൈ ഡോണ്ട് യു ഡു ഇറ്റ് മോർ? അപ്പൊ ഞാൻ ചോദിക്കും എന്താ അത് കിട്ടാത്തെ എന്ന് ചോദിക്കുമ്പോൾ പിറ്റേ ദിവസം അതിന് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇതിന് പറയുന്നത് ഗ്രൂപ്പ് മോട്ടിവേഷൻ. ഈ ഗ്രൂപ്പ് മോട്ടിവേഷന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ് മാസ്റ്ററി ഹബിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ ക്രിയേറ്റ് ചെയ്യാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ മിറാക്കിൾ മോർണിംഗിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ രാവിലെ അത് സിസ്റ്റം ഉണ്ട്, ഒരു മെത്തേഡ് ക്ലിയർ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ്, അതിനെപ്പറ്റി പറയാനായിരുന്നു ഞാൻ ഇന്ന് പറഞ്ഞത്. ക്ലിയർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മെത്തേഡ്, കുറേ മെത്തേഡ്സുകൾ ഉണ്ട്, ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മൾ റൂട്ട് ചെയ്യുന്നു. ഈ ആൾക്കാരെല്ലാം പരസ്പരം അതിനെ ഫോളോ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇന്ന് ഞാൻ ചെയ്ത ആക്ഷൻ എന്താണ്, എത്ര കസ്റ്റമറെ വിളിച്ചു, ഞാൻ ഇന്ന് 5 കസ്റ്റമറെ വിളിച്ചു, നമ്മൾ എഴുതുകയാണ് അവിടെ ഐ കോൾ 5 കസ്റ്റമർ റിസൾട്ട് എന്ന്. ആരോടും അല്ല, ആർക്കും അതിനകത്ത് ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ അവിടേക്ക് ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുകയാണ്. ആ കമ്മിറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ എഴുതിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. എന്താണെന്നറിയോ, ഉത്തരം പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കും, നിങ്ങൾ എൻ്റെ അടുത്ത് എല്ലാ ദിവസവും നിങ്ങൾ ഒരു ബിസിനസ് മെന്റർഷിപ്പിന് വരികയാണ്, ക്ലാസ്സിന് വരികയാണെന്ന് ചോദിക്കുക, ഞാൻ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കുമല്ലോ എന്തേ ചെയ്തില്ല ഈ മാസം, എനിക്കതിനകത്തൊന്നും ഉണ്ടെന്നല്ല, എന്തേ ചെയ്തില്ല. ഇപ്പൊ പറഞ്ഞില്ല നേരത്തെ, സാറിനോട് പറയുമ്പോൾ സാറ് 2 വഴക്ക് പറയും എന്ന ബോധ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യോ ചെയ്യില്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ, എത്ര പേര് ചെയ്യും? കുറെ ആള് വിട്ടുപോവാ, എന്നെ കൊണ്ട് ഇത് പറ്റൂല അല്ലേ? ഇങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു മെന്റർഷിപ്പ് പ്രോഗ്രാം തുടങ്ങാം. നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം ചെയ്യാം. ഞാൻ എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് അതിനുവേണ്ടി ക്ലാസ് തരാം. എല്ലാ ആഴ്ചയും ഒരു ക്ലാസ് അതിനുവേണ്ടി തരാം. നിങ്ങളുടെ വിഷയം ആ ആഴ്ച അവിടെ നിങ്ങൾ ഫേസ് ചെയ്ത വിഷയം എന്താണോ ആ വിഷയത്തിൽ ബേസ് ചെയ്തിട്ട് ഒരു ക്ലാസ് തരാം. മറ്റു ക്ലാസ്സുകളൊക്കെ നോർമലി നടക്കട്ടെ. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. പക്ഷെ പൈസ മേടിക്കും ഞാൻ, അല്ലേ? കാശ് മേടിക്കട്ടെ. ഫ്രീ വേണോ കാശ് വേണോ എന്ന് പറഞ്ഞു നോക്കിയേ. ഫ്രീ ആയിട്ട് വേണോ ഈ കമ്മ്യൂണിറ്റി, പൈസ തന്നിട്ട് വേണം? നോക്കട്ടെ, നിങ്ങളെല്ലാം പ്രോഫിറ്റ് മേക്കേഴ്സ് അല്ലേ? എത്ര പേര് മറുപടി പറയും നോക്കട്ടെ. 2 ഓപ്ഷൻ ഞങ്ങളുടെ മുമ്പിൽ, ഫ്രീ വേണോ പൈസ തന്നിട്ട് വേണം. അപ്പൊ എത്ര രൂപ കാശ് തരും? ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു സാറുണ്ടോ വന്നിട്ട് പറയലേ എത്ര കാശ് തരും ചോദിക്കണം അല്ലേ? ഫ്രീ ആകുമ്പോൾ വാല്യൂ ഉണ്ടായില്ല. അപ്പൊ എത്ര രൂപ കാശ് തരും? കുറയട്ടെ, 20,000 മാസം, 5,000, 10,000, ലക്ഷം കേട്ടെ. ഇല്ല, സാറ് പറയില്ല. ഞാൻ ഒരു ഇവിടെ ഏതെങ്കിലും ഒരു കോഴ്സിന്റെ പൈസ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങോട്ട്? ഷമീന, 1000 രൂപ കച്ചവടം ഉണ്ടായാൽ മതിയോ ഒരു മാസം, അല്ല 50,000 രൂപ വേണോ? ഷഹീന, 1000 രൂപയാണോ ഒരു മാസം കച്ചവടം പ്രതീക്ഷിക്കുന്നത്, അല്ല 1,00,000 രൂപയാണോ? യെസ്, ഓക്കെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഇപ്പോ ഒരു ഗ്രൂപ്പ് നാളത്തെ വെബിനാർ, ഓക്കെ, ഇവിടെ ഇപ്പൊ ഒന്നും വേണ്ട, വിട്ടോളൂ, എല്ലാം വിട്ടോളൂ. നാളത്തെ വെബിനാർ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യനെയർ തരുന്നുണ്ട്. ആ ക്വസ്റ്റ്യനെയർ വെറുതെ ആൾക്കാരെ കയറ്റിട്ട് എനിക്ക് അവിടെ നിന്ന് ഇതാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പരിപാടിയെ നമുക്കില്ല. നാളത്തെ വെബിനാറിൽ ജോയിൻ ചെയ്യുക. വെബിനാർ കഴിഞ്ഞിട്ട് ഞാനൊരു ക്വസ്റ്റ്യനെയർ തരുന്നുണ്ട്. ആ ക്വസ്റ്റ്യനെയറിൽ പാസ് ഫെയിലും അപ്പം അവിടെ കാണിക്കും. പാസ്സായ ആൾക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വേണ്ട, ഇത് കുറച്ച് സീരിയസ് ആണ്. ബിസിനസ് കുറച്ച് സീരിയസ് ആണ്. വെറുതെ കാശ് എന്നിട്ട് ഒരു മാസം വരും, പിറ്റത്തെ മാസം ഇല്ല, അത് വേണ്ട. പിന്നെ ആ പരിപാടി ഇല്ല. ഞാൻ നാളത്തെ വെബിനാർ കഴിയുമ്പോൾ പ്രോഫിറ്റിന്റെ പെർസെന്റ് ഒന്നും എനിക്ക് വേണ്ട കേട്ടോ. നോ, ഐ ആം നോട്ട്, അതൊന്നും വിഷയമല്ല. അപ്പോൾ ഞാൻ നാളത്തെ വെബിനാറിൽ പങ്കെടുക്കുക. ആ വെബിനാർ കഴിഞ്ഞിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തരും. നിങ്ങളുടെ ബിസിനസിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ബിസിനസ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പാസിംഗ് മാർക്ക് ഇത്ര സ്കെയിൽ ഉണ്ടാവും. അതിനകത്ത് 5 തൊട്ട് 10 വരെ സ്കെയിൽ ഉണ്ടാവും. ആ സ്കെയിൽ പാസ്സായ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മെന്റർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. അത് വളരെ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് എല്ലാ ദിവസത്തെ ആക്ടിവിറ്റിയാണ്. ഒരു ദിവസവും കോംപ്രമൈസ് ഇല്ല. എല്ലാ ദിവസത്തെ ആക്ടിവിറ്റിയുള്ള ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാത്രം ചെലവഴിക്കാൻ മതി. അല്ലാതെ കൂടുതലൊന്നും ചെലവഴിക്കണ്ട. കോഴ്സ് പഠിക്കാൻ സമയമില്ല, അതൊന്നുമില്ല, അങ്ങനത്തെ പരിപാടിയില്ല. ഇപ്പൊ രാവിലെ സേവേഴ്സ് ചെയ്യുന്ന പോലെ
ഒരു പരിപാടിയാണ്. സേവേഴ്സ് നമുക്ക് അത് ചെയ്യുന്നുണ്ടല്ലോ, മിറാക്കിൾ മോർണിംഗ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ ഇവിടെ ചെയ്യുന്നത് മറ്റൊരു രൂപത്തിലാണെന്നേ ഉള്ളൂ. ആ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞിട്ട് ടൈമൊന്നും വിഷയമല്ല. രാവിലെ എപ്പോഴും നിങ്ങൾ ബിസിനസ്സുകാരന് എപ്പോഴാണ് സമയം കിട്ടുക? രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ തന്നെ ഉണ്ടാവണം ഏറ്റവും കൂടുതൽ ചെയ്യുക. അത് രാവിലെ ആയാലും ഉച്ചക്കാലും വൈകിട്ട് അതൊരു പ്രോസസ്സാണ് വരുന്നത്. എല്ലാ സമയത്തും ഇത്ര സമയം എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനനുസരിച്ചാണ്. അപ്പൊ നാളത്തെ വെബിനാറിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. അപ്പൊ എല്ലാവരും നാളത്തെ വൈകിട്ടത്തെ ക്ലാസ്സിൽ വരിക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തും. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ സെക്ഷനാണ്. നോക്കൂ, ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി പറയാം. ഇത് ബിസിനസ് ക്ലാസ് ആണ്. ഇവിടെ ചോദ്യവും ഉത്തരവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരാൾക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. വൈ എന്നുള്ള ക്വസ്റ്റ്യൻ, ഹൗ, വൈ എന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ബിസിനസിന്റെ അടിസ്ഥാനമാണ്. അതില്ലവർക്ക് മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റൂ. ഒരു ബിസിനസ്സും ഇല്ലേ? നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഹൗ, വേർ, വെൻ എന്നുള്ള ചോദ്യം നിങ്ങളിൽ വേണം. എന്ത് ചെയ്യാൻ പറ്റും, എവിടെ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും, ഇത് മൂന്നും നോക്കണം. ഇത് കൃത്യമായി ഒന്ന് ഇല്ലാത്തവർക്കുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ സെക്ഷനാണ്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ ചെയ്യേണ്ടത് ലളിതമായി എൻ്റെ ഒരു അഡ്വൈസ് കിട്ടാനുള്ളവർക്ക് ചോദിക്കാം. ദെൻ ടൈം ടു യു. ടൈം ഫോർ യു നൗ. ചോദ്യമുള്ളവർ ചോദിക്കും. ഞാനാണെങ്കിൽ 2-3 ചോദ്യം മാത്രം ചോദിക്കാം. ചോദ്യം മാത്രം. സാറേ, ഒരു 4 അഡ്വൈസ് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ ദിവസത്തെയും പ്രവർത്തനം, പിന്നെ സാമ്പത്തിക ലക്ഷ്യം, റെഫറൻഷ്യൽ സിസ്റ്റം, അതിൽ ആ രണ്ടാമത്തെ സാർ ഒന്നുകൂടെ പറയോ? രണ്ടാമത്തതോ? ആ, രണ്ടാമത്തത് ഒന്ന് നിങ്ങളുടെ ബിസിനസിനെ മനസ്സിലാക്കുക. ഒന്നാമത്തെ നിങ്ങളുടെ ബിസിനസിനെ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഡെയിലി ആക്ടിവിറ്റീസ്, ദൈനംദിന പ്രവർത്തനങ്ങൾ, അത് കൃത്യമായി നിങ്ങൾ പ്ലാൻ ഉണ്ടാവും. ദൈനംദിന പ്രവർത്തനങ്ങൾ. മൂന്നാമത്തെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ, യു ഷുഡ് ഹാവ് എ ടാർഗറ്റ്. നാലാമത്തത് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ആൻഡ് റെഫറൽ സിസ്റ്റം. ക്ലിയർ ആയില്ലേ? ആ റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ആൻഡ് റെഫറൽ സിസ്റ്റത്തിൽ സാർ എഴുതി വെക്കുന്നത് പറഞ്ഞിട്ടുണ്ടല്ലേ നമ്പർ? ഞങ്ങള് ഒരു മാസം എഴുതി വെച്ചിട്ട് നെക്സ്റ്റ് നോക്കിയിട്ട് വിളിക്കുക ചെയ്യുന്നത്. നിങ്ങൾ ഫേസിൽ ചെയ്തതല്ലേ, വരാനുള്ള എങ്ങനെ ഇതൊക്കെ ചോദിച്ചിട്ട് വരാൻ വേണ്ടി റിക്വസ്റ്റ് പറയുക ചെയ്യുക. അത് പക്ഷെ എങ്ങനെയാണ് എഴുതി വെച്ചത് എന്നുള്ളത് സാർ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനാണല്ലോ പറഞ്ഞത് മറ്റേ ക്ലാസ് നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞത്. ഓരോന്നിനും വ്യത്യസ്തമായി പഠിപ്പിക്കണ്ടേ? നിങ്ങളുടെ സിസ്റ്റം മറ്റു സ്ഥാപനത്തിൽ പറ്റില്ലല്ലോ. ABC എന്ന് പറയുന്ന 3 കാറ്റഗറി തിരിച്ചിട്ടാണ് ഞാൻ എഴുതി വെക്കുന്നത്. പ്രീമിയം, മിഡിൽ, ലോക്കൽ എന്നുള്ള ഇതിലാണ് എഴുതി വെക്കുന്നത്. പക്ഷെ അത് കോൾ ചെയ്യുന്ന രീതി സാറ് പറഞ്ഞു. അല്ല, അങ്ങനെ ചെയ്താൽ എങ്ങനെ നിങ്ങൾ കസ്റ്റമർ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? അത് പ്രീമിയത്തിൽ വരുന്നവരായിരിക്കും നല്ല നല്ല ഫേഷ്യലുകൾ, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഇപ്പൊ പ്രീമിയം വരുന്ന ഒരു ദിവസം അയാൾ ത്രെഡിങ്ങിനാ വരുന്നതെങ്കിൽ അയാൾക്ക് രണ്ടാമത് വേറെ പ്രൊഡക്റ്റ് ആയിരിക്കില്ലേ? അപ്പൊ അവര് നമുക്ക് മനസ്സിലാവും ആരൊക്കെയാണെന്നുള്ളത്. അല്ലല്ല, അവിടെ ഒരു വിഷയം എന്താ അറിയോ? അവിടെ ഒരു വിഷയം ഒരു മിനിറ്റ്, അവിടെ ഒരു വിഷയം എന്താണെന്നറിയോ? നിങ്ങൾ ഒറ്റക്കാകുമ്പോഴല്ലേ ഇത് മനസ്സിലാവുള്ളൂ. അല്ല, അത് ഞാൻ സ്റ്റാഫിനെ കൊണ്ടാണ് ചെയ്യിക്കുക. നിങ്ങൾ ആ കസ്റ്റമർ അറ്റൻഡ് ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾക്ക് ആ കസ്റ്റമർ അറിയുന്നത്. നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്നത്. So when you are not there, you don't know the customer. അപ്പൊ അത് വർക്ക് ചെയ്യില്ലല്ലോ. മനസ്സിലായോ? ഇത് ഞാൻ തന്നെയാണ് എന്റെ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എനിക്ക് കസ്റ്റമർ അറിയാം. അയാളെ കാണും പറയാം ഇന്ന ആവശ്യത്തിന് വന്നതെന്ന്. പക്ഷെ പിന്നെ അവിടെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് സ്റ്റാഫ് എല്ലാവർക്കും അവരെ പറ്റി അറിയാൻ പറ്റും. മന്ത്ലി തൊട്ട് അത്ര ടാർഗറ്റ് ഉണ്ടാക്കണം എന്നുള്ളത്. ഇല്ലില്ല, അവിടെ ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് മറ്റു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓരോന്നും പേഴ്സണലൈസ് ചെയ്യണം. ഓരോ ബിസിനസിനെയും പേഴ്സണലൈസ് ചെയ്തെടുക്കണം, അല്ലാതെ പറ്റില്ല. ഓക്കെ, ശരി, അടുത്ത ക്ലാസ്സിൽ പറയാം. ആ ക്ലാസ്സിൽ നമുക്ക് ഓരോ ബിസിനസ് ഇപ്പൊ നിങ്ങൾക്ക് പാർലറായിട്ട് ബന്ധപ്പെട്ട ഒരു മൊഡ്യൂൾ നമുക്ക് തയ്യാറാക്കാം. അപ്പൊ ബ്യൂട്ടി പാർലർ എല്ലാവർക്കും ആ മൊഡ്യൂൾ ഫോളോ ചെയ്യാലോ. LIC-കാർക്ക്, ഏജന്റുകാർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു മൊഡ്യൂൾ തയ്യാറാക്കാം. അപ്പൊ അവരത് ഫോളോ ചെയ്യാലോ. അങ്ങനെ ഓരോ വ്യത്യാസക്കാർക്ക് വ്യത്യസ്തമായ മൊഡ്യൂൾ തയ്യാറാക്കാം. ഞാൻ വിജയകുമാരിയാണ്. പറ്റുന്ന ഒരു നല്ലൊരു ഉപദേശം തന്നോളൂ സാർ. LIC ചെയ്യണം, അപ്പം നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വിജയകുമാരി LIC ഞാൻ ചെയ്യണത്. അപ്പൊ എനിക്ക് പ്രോഗ്രസീവ് ആകാൻ പറ്റിയ നല്ലൊരു കാര്യം സാറിന്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞത്. എന്താ സംഭവം? LIC നന്നായിട്ട് ചെയ്യാൻ സാറ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നോളൂ. ഓ ശരി, LIC നന്നായിട്ട് ചെയ്യാൻ എന്താന്ന് ഞാനിപ്പോ പറഞ്ഞു തരണോ?
എന്ന് പറഞ്ഞാൽ ഇത് നന്നായിരുന്നു. ഇതെങ്ങനെയാ പറയാ? സാറിന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. സാറിന്റെ ഐഡിയ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് അറിയാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. കാരണം LIC വിൽക്കുന്നതാണോ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ഇതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. LIC വിൽക്കുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ആക്ച്വലി LIC ആണോ വിൽക്കുന്നത്? എന്നാ പിന്നെ LIC കമ്പനിയെ കൊണ്ട് വിറ്റാ പോരെ, പരിപാടി പ്രശ്നം തീർന്നില്ലേ? ഇതല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. ഇത് രണ്ടും മനസ്സിലാക്കാത്ത, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് അറിയുന്നില്ല. അത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ല, പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഓരോ കസ്റ്റമർ അനുസരിച്ച് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് മാറണം, നിങ്ങളുടെ പ്രസന്റേഷൻ മാറണം, നിങ്ങളുടെ രീതി മാറണം, അയാൾക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റ് മാറണം, ഒക്കെ മാറണം. അത് ആ കസ്റ്റമർ മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. ഓരോ കസ്റ്റമർക്കും ഓരോ കസ്റ്റമറുടെ രീതിയിലായിരിക്കും പോകേണ്ടത്. അപ്പൊ ആദ്യം നോ യുവർ ബിസിനസ് ഫസ്റ്റ്. നിങ്ങളുടെ ബിസിനസ് അറിയുക, എന്നിട്ട് മാത്രമേ, അത് ഞാനല്ല പറഞ്ഞു തരിക. എനിക്കിപ്പോ പറഞ്ഞു തരാൻ പറ്റും, എന്റെ കോച്ചിങ് ബിസിനസിനെ പറ്റി പറഞ്ഞു തരാൻ പറ്റും. ഇതാണ് ഞാൻ വിൽക്കുന്നത്, അത് പറഞ്ഞു തരാൻ പറ്റും. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് പഠിക്കണം, പഠിപ്പിച്ചു തരാൻ പറ്റും. പക്ഷെ അതങ്ങനെ നിങ്ങൾ ഇങ്ങനെയാണ് വിജയകുമാരി ചെയ്യേണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയും വ്യത്യസ്തമായിരിക്കും. ഓരോ കസ്റ്റമർ അടുത്ത് പോകുമ്പോൾ, ഗൾഫുകാരന്റെ അടുത്ത് പോകുന്ന രീതിയിലായിരിക്കും ഒരു കർഷകന്റെ അടുത്ത് പോകുന്നത്. അത് വ്യത്യസ്തമാണ്. മനസ്സിലായോ? ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ബിസിനസ് മെന്റർഷിപ്പിൽ പഠിപ്പിക്കാന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഓരോ ആളുടെയും കസ്റ്റമൈസ് ചെയ്തെടുത്ത് പറയേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത്. ചോദ്യം ചോദിക്കും. ഇങ്ങനെ ചോദിക്കുമ്പോഴല്ലേ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം എത്ര പേർക്ക് ഗുണകരമായി മാറും അറിയോ നാളെ? ഇപ്പൊ ചോദിച്ച ചോദ്യം നിങ്ങൾക്കും മനസ്സിലായി, ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവർക്കും മനസ്സിലായി, നാളെ യൂട്യൂബ് വീഡിയോ കാണുന്ന എല്ലാവർക്കും അതിന്റെ ഉത്തരം മനസ്സിലായില്ലേ? അതുകൊണ്ട് ചോദ്യം വേണം. ചോദ്യത്തിൽ തെറ്റില്ല, ചോദ്യം ശരിയാണ്. നമ്മള് കസ്റ്റമറുടെ നീഡ് അനുസരിച്ചാണ് സംസാരിക്കണത് ശരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കസ്റ്റമർ പ്രശ്നത്തിനാണ് പരിഹാരം കാണുക, അല്ല നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കലല്ല നിങ്ങളുടെ പണി. അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. സാർ, സോഷ്യൽ മീഡിയയില് സാർ വീഡിയോ ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആഴ്ചയിൽ 3 വീഡിയോ ഇടുന്നതിന് 8,000 10,000 ഒക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടുന്നത്. അപ്പൊ അത് നമ്മളെ ഒന്ന് പഠിക്കാനായിട്ട് ഞാൻ ചെറിയ രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അത്രയും സിന്ധു, ആ കാര്യം ഞങ്ങൾ വളരെ 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 ഡീറ്റെയിൽസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് നിങ്ങൾ ഈ പറയുന്നത്. നമ്മൾ ഈ പ്ലാറ്റ്ഫോം സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് പഠിപ്പിച്ചപ്പോൾ ധന്യ അത് ചെയ്യുന്നുണ്ട്. എനിക്കത് ഗിരിജയൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാ ചെയ്യുന്നത്. നമുക്ക് ഇത്രയൊന്നും വേണ്ട, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ സാർ. പക്ഷേ ഇപ്പൊ ട്രൈ ചെയ്ത കാര്യം 3 വീഡിയോ ഒരു മാസം ഇടുന്നതിന് 8,000 കൊടുക്കണം. അപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അതല്ല ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് കൊടുക്കുന്നതല്ല വിഷയം. നമുക്ക് ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണം. എന്താ 8,000 ഈസ് എ ബിഗ് മണി ഫോർ അസ്. അത് കൊടുക്കാൻ പറ്റണം. ഇല്ല വേണോ അല്ല മറ്റു രീതിയിൽ സപ്പോർട്ട് വേണമെങ്കിൽ നമ്മളെ ഇന്റേണൽ ടീമിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു തരാം. കുറെയൊക്കെ ഇത് കുറേയൊന്നും പുതിയ ആക്കണമെന്നില്ല. ഇപ്പൊ ക്യാൻവ പോലുള്ള സോഫ്റ്റ്വെയർ അതൊക്കെ കോച്ചിനെ ഞാൻ പഠിപ്പിച്ചിരുന്നു. പക്ഷെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു പ്രാവശ്യം പഠിച്ചാൽ മതി നിങ്ങൾ. പിന്നെ എല്ലാ മാസവും ചിലപ്പോൾ പഠിക്കാനായിട്ട് നിങ്ങൾ 5,000-6,000 രൂപ ചെലവാക്കേണ്ടി വരുമായിരിക്കും. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. എല്ലാ ദിവസവും ടൈം ആയല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇതൊക്കെ നമുക്ക് ഇവിടെ പഠിപ്പിക്കാം, വിഷയമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട അനുസരിച്ച്. കാരണം സോഷ്യൽ മീഡിയ നിർബന്ധമായിട്ട് പഠിപ്പിക്കും ഞാനിവിടെ. കാരണം സോഷ്യൽ മീഡിയ പഠിപ്പിക്കാതെ ഒരു ബിസിനസ്സും സക്സസ് ആക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയ മസ്റ്റ് ആണ്. അത് ഓരോ ആളിനും ഒന്ന് ഇരുന്ന് ചെയ്യേണ്ടി വരും എന്ന് മാത്രമാണ്. അപ്പോ നാളത്തെ വെബിനാറിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആർക്കൊക്കെയാണ് ഈ മറ്റേ ക്ലാസ്സിലേക്ക് വരാൻ പറ്റുന്നതെന്നൊക്കെ നമുക്ക് തീരുമാനിച്ചിട്ട് പോവാം. നോക്കൂ, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് രക്ഷപ്പെടണം, ബിസിനസ്സിൽ അഭിവൃദ്ധിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ there is a solution with me. അതല്ല വെറുതെ തമാശക്കാണ് നിങ്ങൾ കളിക്കുന്നെങ്കിൽ പിന്നെ വിളിച്ചിട്ട് സാറേ എനിക്കൊരു ടെക്നിക്ക് പറഞ്ഞു തരുമോ, എന്റെ കച്ചവടം നടത്തുന്നില്ലെന്ന് പറഞ്ഞ് വന്നേക്കരുത്. കാരണം കച്ചവടം നടക്കണമെങ്കിൽ നമുക്ക് ടെക്നിക്ക് മാത്രം പോരാ, ആക്ഷൻ കൂടി വേണം, അല്ലേ? അപ്പോൾ അത് മാത്രം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റണം എന്നല്ല ഈ പ്രോഡക്റ്റ്. അപ്പോൾ എല്ലാവർക്കും നാളെ കാണാം. ഇനി ഒരു ക്ലാസ്സും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് വൈകിട്ട് മറ്റേ ഹാപ്പിനെസ് മാസ്റ്ററിന്റെ ക്ലാസ് ഉണ്ട്. 9 സമയം 10:30 മണിക്കല്ലേ? 10:30 മണിക്ക് കൂടി ഉണ്ട്. അപ്പോൾ പോയിട്ട് വേഗം എല്ലാം ഫ്രഷ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വന്നോളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.
താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ.